Today, if you ask me, ഞാൻ ഗ്രൂപ്പ് ടേൺ ഓവർ ഇന്ത്യൻ മാർക്കറ്റിൽ 1700 crores ആണ് ടേൺ ഓവർ. അതുവരെ ഒരു ഫെയിലിയർ തന്നെയായിരുന്നു സ്വന്തമായിട്ട്. ബോർഡിൽ പറഞ്ഞു സി വിൽ ടച്ച് ക്ലോസ്ലി ടു 112 crores in by 2010-11 or 12. So everybody is surprised. What is this? കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ മാർച്ചിൽ 2012 crores ടച്ച് ചെയ്തു. തേർഡ് ഇയർ സമരം വന്നു, പിന്നെ കോവിഡായി. ഈ 5 വർഷവും സിന്തൈറ്റ് 50% ഗ്രോത്ത് എടുത്തത്. താഴത്തോട്ടല്ല പോയത്, മുകളിലേക്കാണ് പോയത്. സി എമ്മിന് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ നേരെ പോയി കംപ്ലീറ്റ് പേപ്പേഴ്സായിട്ട് അദ്ദേഹത്തിന് പോയി പ്രസൻറ്റ് ചെയ്തു. സി എം ഉടനെ പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. തിരിച്ചു വിടാത്തപ്പോഴത്തേക്കും സമരം പിൻവലിച്ചായിരുന്നു. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് സാലറി പേയിങ് കമ്പനി ഇൻ കേരള ആൻഡ് വി ടേക്ക് കെയർ ഓഫ് അവർ എംപ്ലോയീസ്. അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. നമ്മൾ ഒന്നും കാശ് കൊടുത്തോ ഒന്നും മേടിക്കാൻ പറ്റില്ല എന്ന് പഠിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ 50% സാലറി കട്ട് ചെയ്തു. 2021 ആയപ്പോഴത്തേക്കും എല്ലാം എവറിത്തിങ് കെയിം ഇൻ ടു കോവിഡിൻ്റെ ഒക്കെ മാറി നോർമലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഐ പെയ്ഡ് ബാക്ക് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വെച്ച് ഫുൾ സാലറി പേ ചെയ്ത് തിരിച്ച് പ്ലസ് 20% ബോണസും കൊടുത്തു. പൊല്യൂറെസൻസ് എന്ന വാക്ക് നമ്മൾ പലർക്കും വലിയ പരിചിതമായിരിക്കില്ല. പക്ഷേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നത് മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പാനീയങ്ങളിലും വരെ സാന്നിധ്യമുള്ള ഒരു പ്രോഡക്റ്റാണത്. അതിൻ്റെ ആഗോള മാർക്കറ്റിൻ്റെ 40% കൈയാളുന്നത്, നമ്പർ 1 കീ പ്ലെയറായി നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്, കൊച്ചിയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് സിന്തൈറ്റ് ഗ്രൂപ്പ്. സിന്തൈറ്റ് ഗ്രൂപ്പിൻ്റെ സാരഥിയായ ഡോക്ടർ വിജു ജേക്കബാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദി ഇനോഗ്രൽ എപ്പിസോഡ് ഓഫ് വിൻസൈറ്റ് വിത്ത് ആർ ജെ ബാലചന്ദ്രൻ വിത്ത് ദ ക്യൂ. നമസ്കാരം സർ. നമസ്കാരം സാർ. ഒരു വമ്പൻ സ്റ്റോറി ടെല്ലർ ആണെന്നുള്ളത് സാറിൻ്റെ ഇതുവരെയുള്ള കോൺവെർസേഷൻസ് കണ്ടതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാനോട് സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരാളിൽ നിന്ന് ആ കഥകൾ കേൾക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബട്ട് ടു സ്റ്റാർട്ട് വിത്ത്, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ ഒലിയോറെസൻസ് എന്നുള്ള വാക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം അത് മലയാളികൾക്ക് പലർക്കും അത്ര പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. സാർ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ സാർ തന്നെ നേരിട്ടൊരു വലിയ വെല്ലുവിളി ആയിരുന്നു ഇത്. എന്താണ് ഇതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണമല്ലോ നമ്മളിത് സെല്ല് ചെയ്യാൻ. അപ്പോൾ സാറിൻ്റെ വായിൽ നിന്ന് തന്നെ ഒന്ന് കേൾട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇൻ ലേമൻസ് ടേംസ് എന്താണ് ഒലിയോറെസൻസ്? സിന്തൈറ്റ് 1970 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്പൈസ് ഒലിയോറെസിൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, സ്പൈസിൻ്റെ എക്സ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല സ്റ്റാർട്ട് ചെയ്തത്. സിന്തൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദറാണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്തത്, സി വി ജേക്കബ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കായിട്ട് സിന്തറ്റിക് പെർഫ്യൂംസ് പോലത്തെ സിന്തറ്റിക് എലമെൻറ്റ്സ് ഉണ്ടാക്കാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് സിന്തൈറ്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് ആക്സിഡൻ്റലി CFTR ആയിട്ടൊരു മീറ്റിംഗ് വെച്ച് അങ്ങനെയാണ് സ്പൈസിലേക്ക് ഇറങ്ങുന്നത്. ഫസ്റ്റ് ഇയർ 1970 തുടങ്ങിയെന്ന് പറഞ്ഞാലും 1976 ഒരു സക്സസ്ഫുൾ സ്റ്റോറി ഉണ്ടാക്കാൻ സാധിച്ചത്. അതുവരെ ഒരു ഫെയിലിയർ തന്നെയായിരുന്നു സിന്തൈറ്റ്. അപ്പം ഈ സ്പൈസ് ഒലിയോറെസിൻ എന്ന് പറയുമ്പം പലർക്കും അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് സ്പൈസ്, ഇപ്പോൾ ഏത് സ്പൈസ് എടുത്താലും, പെപ്പർ എടുത്താലും, ജിഞ്ചർ എടുത്താലും, ടേമറിക് എടുത്താലും, അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന ആ ഓയിൽ, അതിൻ്റെ അകത്തുള്ള ഓയിലും അതിൻ്റെ റെസിനും കൂടി മിക്സ് ചെയ്യുന്നതാണ് സ്പൈസ് ഒലിയോറെസിൻ എന്ന് പറയുന്നത്. ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികൾക്കും ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെ ലോക്കലായിട്ട് നമ്മൾ പറയാൻ നേരത്ത് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ 82 സിന്തൈറ്റിൽ പ്രിൻസിപ്പലി ഒരു ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഷോപ്പ് ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ 82 ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ആ കാലഘട്ടത്തിൽ ഞാൻ മാർക്കറ്റിങ്ങിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. അപ്പോൾ അത് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഞാൻ ഓസ്ട്രേലിയയും ഒക്കെയായിരുന്നു എൻ്റെ ഒരു പോർട്ട്ഫോളിയോ. ആ കാലഘട്ടത്തിൽ നന്നായി പുറത്തെ എക്സ്പോർട്ടൊക്കെ മാത്രമേ ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. 1999 അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ടോട്ടൽ വേൾഡ് വൈഡ് എടുത്ത് മാർക്കറ്റിംഗ് നോക്കിയപ്പം ഇന്ത്യയുടെ മാർക്കറ്റ് ടോട്ടൽ സിന്തൈറ്റിൻ്റെ സെയിൽ 3 കോടി ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് 3 crores. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ മാർക്കറ്റ് ഹ്യൂജ് മാർക്കറ്റാണ്, പക്ഷേ ആരും ടാപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ 3 കോടി എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ടോട്ടൽ ബിസിനസ്സിനെ വളരെ ചെറിയൊരു പോർഷനാണ്. അന്ന് ഞങ്ങൾ വി വർ ഡൂയിങ് അബൌട്ട് ഒരു 180 ക്രോർസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 3 കോടിയേ ഉള്ളൂ ഈ ഇന്ത്യൻ മാർക്കറ്റിലെ ടേൺ ഓവർ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് റിസർച്ച് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചു. ഫാറു പറഞ്ഞു തീർച്ചയായിട്ടും റിസർച്ച് ചെയ്തോ എന്ന് പറഞ്ഞ് എന്നെ മുഴുവനായിട്ട് ഏൽപ്പിച്ചു ഇന്ത്യൻ മാർക്കറ്റിലെ ചുമതല മുഴുവൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങാൻ നേരത്ത് എന്തെങ്കിലും ഒരു നോവൽ, അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റായിട്ട് ഇറങ്ങണം. അത് ചുമ്മാ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സ്പൈസ് ഓയിൽസിനെ കുറിച്ച് വലിയ നിശ്ചയമില്ല. അപ്പം അതെനിക്ക് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ, അത് പഠിപ്പിച്ച് കൊടുക്കണം. എന്നാലേ അവർക്ക് ഒലിയോറിസിന് എങ്ങനെയാണ് അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോഡക്റ്റിലേക്ക് അത് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും മസാലയ്ക്കകത്താണെങ്കിലും എന്ത് പ്രൊഡക്റ്റും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ നേരത്തെ അതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമില്ല. കാരണം ഇത് കോൺസെൻട്രേറ്റഡ് സാധനമാണ്, ചുമ്മാ ഹോൾ സ്പൈസ് പൗഡർ പോലെയല്ല. ഈ കോൺസെൻട്രേറ്റഡ് സാധനമാകുമ്പം ചിലപ്പോൾ ഒരു ഡ്രോപ്പ് മതിയായിരിക്കും. അപ്പോൾ ആ ഡ്രോപ്പ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊന്നും ഈ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് നെസ്ലെ, യൂണിലിവർ, പെപ്സി ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെനിക്കൊരു വലിയ ചലഞ്ചായിരുന്നു. ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ സെക്ഷനിൽ പോയി ഈ കമ്പനികളിലൊക്കെ പോയി. പക്ഷേ എനിക്ക് കമ്പനികളിലൊക്കെ അപ്പോയിൻമെൻറ്റ്സൊക്കെ കിട്ടി. പക്ഷേ എനിക്കൊരിക്കലും അവിടെ ഒന്നും വിൻ ഓവർ ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ഇയർ. കാരണം ഇത് പഠിപ്പിക്കാൻ വലിയൊരു പ്രയാസമായിട്ട് മാറി. സെക്കൻഡ് ഇയർ ഞാൻ നെസ്ലയിലാണെങ്കിലും യൂണിലിവറിലൊക്കെ പോയി അവരുടെ സിഇഒമാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പം ദേ ഗേവ് മി ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു ദ QC ആൻഡ് ദി ഇന്നോവേഷൻ ടീം. അപ്പോൾ അന്നൊരു സംശയം ചോദിച്ചോ സാർ, ഈ നമ്മൾ ഗ്ലോബലി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു ആസ് എ കമ്പനി ഒരു ഫുട്ടിംഗ് ഉണ്ട് എന്നുള്ളത് അന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു? അതോ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആ ചാലഞ്ച് ഉണ്ടായിരുന്നു? അതായത് എന്താണ് ഇവർ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നോ? ചാലഞ്ച് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം എക്സ്പോർട്ടിൽ നമുക്ക് അത്രയും ഡിഫിക്കൽട്ട് അല്ല. കാരണം ബിക്കോസ് എക്സ്പോർട്ടിൽ എല്ലാവർക്കും തന്നെ ഒലിയോറിസിൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന ഒരു കാലഘട്ടം അത്. ഇന്ത്യൻ മാർക്കറ്റിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് കൺവിൻസ് ചെയ്ത് QC R&Dയിലൊക്കെ ക്ലാസ്സുകളെടുത്ത് പ്രോഡക്റ്റിൽ അപ്ലിക്കേഷൻ കാണിച്ചു കൊടുത്ത് അങ്ങനെ അതൊരു വലിയൊരു ജേർണി ആയിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും 3 crores എന്നുള്ളത് 16 crores ആയിട്ട് ടേൺ ഓവർ ചെയ്തു. ആദ്യം സ്പൈസ് എക്സ്ട്രാക്ട് സെയിം, അതായത് ഇപ്പം പെപ്പറിൻ്റെ ആണെങ്കിൽ പെപ്പർ ഒലിയോറിസിനായിട്ട് കൊടുത്തു, ജിഞ്ചർ ഒലിയോറിസിനായിട്ട് എല്ലാം ഇങ്ങനെ ഒലിയോറിസിൻസ് ആയിട്ട് കൊടുത്തു ആദ്യം പതുക്കെ. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യം ചെയ്യുക എന്നുള്ളത്, സ്ട്രേറ്റ് എക്സ്ട്രാക്ട്സ് കൊടുക്കാതെ ഒലിയോറിസിൻ ബ്ലെൻഡ് കൊടുക്കാനായിട്ട്. പിന്നീട് വന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ഞാൻ ബ്ലെൻഡ്സിലേക്ക് കൺവേർഷൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ കമ്പനി തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രോഡക്റ്റ് നമ്മൾ തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കൻ ടിക്ക, അതിൻ്റെ കംപ്ലീറ്റ് ബ്ലെൻഡ്സ് നമ്മുടെ ഫാക്ടറി തന്നെ ഉണ്ടാക്കി, ഞങ്ങളുടെ ഇന്നോവേഷൻ സെൻറ്ററിൽ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് പാനലുണ്ടാക്കി, അതൊക്കെ അങ്ങനെ പതുക്കെ നമ്മൾ ആ മാർക്കറ്റിലേക്ക് ആ സ്ട്രേറ്റ് ഒലിയോറിസിൻ എന്ന് പറയുന്നതിന് പകരം ബ്ലെൻഡ്സിലേക്ക് കയറിയപ്പോൾ അത് അതിനേക്കാൾ വലിയ ചലഞ്ചായി. കാരണം എല്ലാവരും ഒരേ ഫ്ലേവർ ഉപയോഗിക്കണമെന്നില്ല, പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വേണം. ഇപ്പോൾ നെസ്ലെ ഉപയോഗിക്കുന്നതായിരിക്കില്ല യൂണിലിവർ ഉപയോഗിക്കുന്നതായിരിക്കില്ല പെപ്സി ഉപയോഗിക്കുക, അങ്ങനെ വേറെ എല്ലാ കമ്പനീസും ഞങ്ങൾക്കിപ്പോൾ സിന്തറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസിനും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് തൊട്ട് ട്രിവാൻഡ്രം വരെ മറ്റേ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് തന്നെയാണ് ഈ ബ്ലെൻഡ്സിലും. അപ്പം ഈ ബ്ലെൻഡ്സിൽ നമ്മളിപ്പോൾ ഓരോ QCയിൽ R&D പോയിരുന്ന് ട്വീക്കിങ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഫ്ലേവറിനനുസരിച്ച് നമ്മൾ ആ പ്രോഡക്റ്റിനെ കൊണ്ടുവന്ന് ഇത് ഒരു വലിയ ജേണിയാണിത്. ഇത് ദിവസങ്ങളോളം മാസങ്ങളോളം ഇരുന്ന് ചെയ്ത ഒരു വർക്കാണത്. അത് പുറകെ ഇരുന്ന് അവരോടൊപ്പം ഇരുന്നുകൊണ്ട് ആ ബ്ലെൻഡ്സ് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഓരോ സ്ഥലത്തും വിജയം കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഒലിയോറിസിനിൽ നിന്ന് മാറി നമ്മൾ ബ്ലെൻഡ്സിലേക്ക് കയറി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആ ഫോക്കസ് വാസ് എ ഗുഡ് ഫോക്കസ്. കാരണം ഇന്ത്യയിൽ ആരും ചെയ്യാത്തായിരുന്നു പരിപാടി. എന്നുവെച്ചാൽ വേൾഡിൽ ആരും തന്നെ ചെയ്തു കാണില്ല ആ ബ്ലെൻഡിങ്. നമ്മളായിരുന്നു ആ ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു വലിയ സക്സസ് സ്റ്റോറി തന്നെ കാണാൻ പറ്റി. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂണിലിവറിൻ്റെ ചായയിലൊക്കെ നമ്മൾ കാർഡമം ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ അത് ഗരം മസാല ചായയിലൊക്കെ ഗിർനാർ അങ്ങനെ വലിയ ഓൾ ബിഗ് മീൻസ് ടീ കമ്പനീസ് വി ആർ സപ്ലൈങ് ദി ഫ്ലേവേഴ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്ക് ഒരു വലിയൊരു സക്സസ് ആയിട്ട് കണ്ടു. സെക്കൻഡ് ഇയർ 16 എന്നുള്ള 37 ആയി. ഫോർത്ത് ഇയർ ഇറ്റ് ബിക്കേം 75 ആയപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്തു. കാരണം വെച്ചാൽ
എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് മനസ്സിലായി, ഈ മാർക്കറ്റിനെ എങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടത് മനസ്സിലായി. അങ്ങനെ പിന്നെ ഒരു ഭയങ്കര സ്പീഡിലാണ് ആ ജേണി നടന്നത്. പിന്നെ ബിക്കോസ് ഈ ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എല്ലാ കമ്പനികളിലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഈസിയാണ്, അവർക്ക് ചുമ്മാ അങ്ങ് പ്ലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. അതൊരു വലിയ, ഇപ്പം നമ്മളിപ്പം ഒരു കറി ഉണ്ടാക്കാൻ നേരത്ത് മസാല ചേർക്കില്ലേ, അതുപോലെ തന്നെ സെയിം തിങ് സാമ്പാർ പൊടിയായിട്ട് കിട്ടുന്നത് അത് തന്നെ കറക്റ്റ് അതുപോലത്തെ ഒരു ഒല്യൂർസൻ ഫോമിൽ കൊടുക്കുന്നു. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിപ്പോയി ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാത്തൊരു പണി നമ്മൾ ചെയ്തെടുത്തു. നമ്മൾ അപ്പോൾ സാർ ഈ ബ്ലെൻഡ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സംശയം, ഇന്ത്യ എന്ന് പറയുന്നത് ഫ്ലേവറുകളുടെ കാര്യം നോക്കിയാൽ ഒരു മഹാസാഗരമാണ്. വി ഹാവ് സോ മെനി ക്വിസീൻസ് വിതിൻ ഇന്ത്യ. അപ്പോൾ എന്തിലാണ് ഫോക്കസ് ചെയ്തത്? നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു ബേസിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഏത് ഫ്ലേവർ പ്രൊഫൈലാണ്, ഏത് ബ്ലെൻഡ്സിലാണ് ഫോക്കസ് ചെയ്തത്, അതോ എല്ലാത്തരം ബ്ലെൻഡ്സിലും കേറ്റർ ചെയ്തോ? ഹൗ ഡിഡ് യു ഡു ദാറ്റ്? സി, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ഫ്ലേവർ, ഡിഫറെൻറ്റ് ടേസ്റ്റ് ഓൾ ടുഗെദർ. സോ നമ്മൾ അത് നോർത്ത് ഇന്ത്യൻ പ്രോഡക്ട്സ് മേടിച്ച് നമ്മുടെ കുസിനി കൊണ്ട് നമ്മുടെ ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് പഠിച്ച് അതിനകത്ത് എന്തൊക്കെ കോമ്പിനേഷൻസ് ചേർക്കാമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെയും നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചു. ഒറീസ, കൽക്കട്ട, ഓരോരുത്തർ ഡിഫറെൻറ്റ് സ്റ്റഫാണ്. അപ്പോൾ അത് എന്നിട്ട് ഇത് ഏകദേശം ഒരു 100% പെർഫെക്ഷനെ കൊണ്ടുപോകാൻ പറ്റില്ല ഒരിക്കലും ഒരു കസ്റ്റമറുടെ അടുത്ത്. ഒരു 95% പെർഫെക്ഷനെ കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ ക്യൂസിയും R&D ആയിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ട് അതിന് 100% ആക്കും. സോ ദേ വിൽ കം ടു ദാറ്റ്. അപ്പോൾ അവരുടെ ഇപ്പം നമ്മൾ കൊടുക്കാൻ നേരത്തെ നമ്മൾ പറയുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഈസിനെസ് ടു മേക്ക് മാനുഫാക്ചർ ദേ പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം ഈ ഫൈനൽ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിവ്ഡാൻ അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. ദേ മേക്ക് സീസണിങ്സ്. ആ സീസണിങ്സ് പോകുന്നത് ഈ KFC, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, മെക്ഡൊണാൾഡ്സ് അങ്ങനെയുള്ള KFC അങ്ങനെയുള്ള കമ്പനികൾക്കാണ് കൂടുതലും പോകുന്നത്. അവർക്ക് എളുപ്പമായി. അവർക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് അവരെ ഒരു ഫോർമുലേഷനിൽ വളരെ മിക്സിങ്ങിന് വളരെ എളുപ്പമാണ്. കാരണം ഈ ഒളിരിസിൻ ബ്ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അത് ആ ഡിഫിക്കൽട്ട് ടാസ്ക് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്തു. അപ്പം 2011-12 ആയപ്പോഴത്തേക്കും അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ബോർഡിൽ പറഞ്ഞു, സി വിൽ ടച്ച് ക്ലോസ്ലി ടു 112 crores by 2010-11 or 12. അപ്പോൾ എവരിബഡി സർപ്രൈസ്, വാട്ട് ഇസ് ദിസ്, എങ്ങനെ സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ ഞാൻ കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ മാർച്ചിൽ 2012 crores ടച്ച് ചെയ്തു. അതൊരു വലിയ ജേർണി ആയിരുന്നു. ഈ സമയത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ ഓഫീസ് ഇട്ടു, ബോംബെ ഇട്ടു, ഡൽഹി ഇട്ടു. അപ്പോൾ സോ എല്ലാ ഓഫീസുകളിലും ആപ്ലിക്കേഷൻ ലാബും ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ബാംഗ്ലൂരിലെ മുഴുവൻ സെക്ടർ ബാംഗ്ലൂർ കേറ്റർ ചെയ്യുക, ബോംബെ കേറ്റർ ചെയ്യുക, ഡൽഹി, കൽക്കട്ട അങ്ങനെയുള്ള ആ ഏരിയ മുഴുവൻ ഡൽഹി ഓഫീസ് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി ഇതെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തു. സിന്തായിട്ട് ആ ഒരു സ്റ്റോറി വളരെ ഡിഫറെൻ്റ് ആണ്. സാധാരണ ബിസിനസ്സുകൾ എവിടെയാണോ ബേസ് അവിടെ നിന്ന് തുടങ്ങി വളർന്ന് പുറത്തേക്ക് വലുതാവുകയാണ് ചെയ്യുന്നത്. ഇത് എക്സ്പോർട്സിൽ നിന്ന് തുടങ്ങി പിന്നീടാണ് അകത്തെ മാർക്കറ്റിലേക്ക് വന്ന് വലുതാവുന്നത്. വെരി ഡിഫറെൻറ്റ് സ്റ്റോറി. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ടുഡേ ഇഫ് യു ആസ്ക് മീ, ഞങ്ങളുടെ ഗ്രൂപ്പ് ടേൺ ഓവർ ഇന്ത്യൻ മാർക്കറ്റിൽ 1700 crores ആണ്. ഈ 3 കോടിയിൽ നിന്ന് 1700 കോടിയായി ഇന്നത്തെ ടേൺ ഓവർ. എക്സ്പോർട്സ് കൂടാതെ നോട്ട് എക്സ്പോർട്ട്, ഓൺലി ഇന്ത്യൻ മാർക്കറ്റ് മാത്രം. ഇപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റും അതേ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റിന് 50-50 ആയി. ഇപ്പം നേരത്തെ what do you call, if you ask 180 crores in this, it's only about not even 1%, 2% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രമാത്രം ഇതാണ് ഒരാൾ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്സ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഗോഡ്സ് ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഒരു വഴി ഓപ്പണിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും പലപ്പോഴും പല ഓപ്പണിങ്സും ഉണ്ടാകുന്നത് നമ്മുടെ മിടുക്കാന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഒരിക്കലും അല്ല. പക്ഷെ നമ്മൾ അതിനോട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വർക്കിങ്ങിൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ബിക്കോസ് ഓഫ് ദ ഗ്രേസ്. അല്ലാതെ ദാറ്റ് ബ്രിങ്സ് മീ ടു സാറിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ സാർ എപ്പോഴും എടുത്തു പറയുന്ന ഒരു പീരീഡാണ് ആ ഒരു 99-2000 എന്നുള്ളത്. ഒരു 6 മാസത്തെ ബ്രേക്കിന് ശേഷം സാർ വീണ്ടും കമ്പനിയിലേക്ക് വരുന്നു, ആക്റ്റീവ് ആകുന്നു. ആ സമയത്ത് തുടങ്ങിയാണ് ഇപ്പൊ പറഞ്ഞ ഈ ജേണി. പിന്നീടാണ് സാർ ഈ ടേൺ അറൗണ്ട് ഉണ്ടാക്കിയത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു പുറകോട്ട് വലിച്ചത് എന്തായിരുന്നു എന്നാണ്, അതായത് വിജു ജേക്കബ് എന്ന മനുഷ്യന് അതിനു മുമ്പും ശേഷവും എന്താണ് വ്യത്യാസം തിരിഞ്ഞു നോക്കുമ്പോൾ? 1982 ഞാൻ വന്നപ്പം മൈ ഫാദർ വാസ് എ ടഫ് പേഴ്സൺ ഇൻ ദ ഇൻഡസ്ട്രി. കാരണം സ്വന്തമായിട്ട് ഗ്രോ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എപ്പോഴും
അങ്ങനത്തെ സമയത്ത് എപ്പോഴും അതിൻ്റെ ഫൗണ്ടേഴ്സ് എപ്പോഴും ടഫായിരിക്കും. കാരണം പ്രത്യേകിച്ച് എൻ്റെ ഫാദർ ആയതുകൊണ്ട് എനിക്ക് ആ ടഫ്നെസ് ഞാൻ മുഴുവൻ ഏറ്റെടുക്കേണ്ടിയും വന്നു. കാരണം ബിക്കോസ് പിന്നെ എവറി ഡേ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട്, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ട് പോകും. പക്ഷേ സിലബസ് ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും, ഔട്ട്സൈഡ് ചോദ്യങ്ങൾ, ഔട്ട് ഓഫ് ദ ബോക്സ് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ ഫെയിലാവും പലപ്പോഴല്ല എപ്പോഴും ഫെയിലായിട്ട് വരുമ്പോൾ നമ്മൾ അതൊരു ഭയങ്കര ഒരു ഗ്യാപ്പായി. ആ ടെസ്റ്റിംഗ് ഒരു പ്രഷറുമായിരുന്നോ? ഭയങ്കര പ്രഷറാണ്. കാരണം വെച്ചാൽ ആ പ്രായത്തിൽ നമ്മളെന്താ വിചാരിക്കുന്നത്, നമ്മൾ വലിയ ആളാണ്, കൊച്ചു പ്രായം 25, 26 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കാൻ ഇത് ചുമ്മാ പിടിച്ചെടുക്കാൻ പറ്റുന്ന പ്രായമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ നമ്മളത് ഒരു എന്ത് നല്ല ചെയ്താലും നമുക്കൊരു അപ്രിസിയേഷൻ ഇല്ല. പക്ഷേ നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആകുന്നുമില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി, വെദർ ഐ ഷുഡ് ഡു ഇറ്റ് ഓർ നോട്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലോ എന്ന് മൊത്തം കൺഫ്യൂഷനായി. അതൊരു ടഫ് ജേർണി ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ എന്നെ, ഞങ്ങൾക്ക് കോയമ്പത്തൂർ ഫ്ലവർ എക്സ്ട്രാക്ഷൻ ഫെസിലിറ്റി ഉണ്ട്, മാരിഗോൾഡ്. അപ്പോൾ ആദ്യം നമ്മൾ ജാസ്മിൻ, ട്യൂബറോസ്, മിമോസ, പെർഫ്യൂം ഇൻഡസ്ട്രിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുഴുവൻ. ഞങ്ങൾ മറ്റേ കാൽഫൈസർ എന്ന ഒരു ഫ്രാൻസിലെ കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ഇടയായി. സോ വി സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് ജാസ്മിൻ. അപ്പോൾ 6 മാസത്തെ വർക്കുള്ളൂ, ആ സീസണിലെ വർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാരിഗോൾഡിൻ്റെ ഒരു പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ മാരിഗോൾഡ്, അപ്പം കോയമ്പത്തൂരാണ് മാരിഗോൾഡ് ചെയ്യാൻ ഐഡിയൽ സ്പോട്ട്. അപ്പോൾ മാരിഗോൾഡ് നമ്മൾ എക്സ്ട്രാക്ഷന് വേണ്ടി മെക്സിക്കോ ഒരു കമ്പനിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അവർക്ക് 10 ടണ്ണിൻ്റെ എക്സ്ട്രാക്റ്റ് വേണമായിരുന്നു. 10 ടൺ. ഈ മാരിഗോൾഡ് പോകുന്ന 2 ആവശ്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ചിക്കൻ ഫീഡിന് വേണ്ടി പോകും, പിന്നെ മാരിഗോൾഡ് പ്യൂരിഫൈ ചെയ്യുമ്പോഴത്തേക്കും അത് ലൂട്ടീനായിട്ട് കൺവേർഷൻ ആവും. ലൂട്ടീൻ എന്ന് പറയുന്നത് ഐ ഡീജനറേഷന് വേണ്ടിയുള്ളതാണ് ലൂട്ടീൻ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ മെക്സിക്കൻ കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അവർ കംപ്ലീറ്റ് ചിക്കൻ ഫീഡിന് വേണ്ടി മാത്രമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ 10 ടൺ തന്നു ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ ഒരു 30 ടൺ തന്നു. തേർഡ് ഇയർ അവർ 150 ടൺ കോൺട്രാക്ട് ചെയ്തു നമ്മളായിട്ട്, ഓർഡർ തന്നു. അപ്പം 150 ടൺ കോൺട്രാക്ട് ചെയ്ത് റോ മെറ്റീരിയൽ വന്നു, എക്സ്ട്രാക്ട് ചെയ്തു, പ്രോസസ്സ് ചെയ്തു. റോ മെറ്റീരിയൽ ഫിനിഷ് പ്രോഡക്റ്റ് വെയർ ഹൗസിലിരിക്കുക. ഇവർ കോൾ ഓഫ് ചെയ്യുന്നില്ല. അപ്പോൾ പല പ്രാവശ്യം ചോദിച്ചു പറഞ്ഞു, എവറി മന്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഐ വാസ് വെരി ക്യൂരിയസ്. അപ്പോൾ ബോർഡ് ഓൾസോ വാസ് വെരി ക്യൂരിയസ് ഓൺ വൈ ദേ ആർ നോട്ട് ടേക്കിംഗ് ദ മെറ്റീരിയൽ. അങ്ങനെ ഫാദർ പറഞ്ഞു, ഏതായാലും ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ തന്നെ കമ്പനി ഈസ് അണ്ടർ ബാങ്ക്രപ്സി, കമ്പനി ഈസ് ക്ലോസ്ഡ്. ഞാൻ അവിടെ ചെന്ന് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സിഒനെ കണക്ട് ചെയ്ത് തന്നു. അദ്ദേഹം വന്നു എന്ന് പറഞ്ഞു, കണ്ടു എനിത്തിങ്, ദ കമ്പനി ഈസ് ക്ലോസ്, രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അറ്റ്ലാന്റ വഴി ഹോങ്കോങ് സിംഗപ്പൂർ ഫ്ലൈറ്റിലിരിക്കുക. സിംഗപ്പൂർ ഫ്ലൈറ്റിലിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം 2 ക്യാൻ ബിയർ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബിയർ ഫ്ലൈറ്റിൽ കിട്ടുമല്ലോ, അവനെന്തിനാ അദ്ദേഹം കൊണ്ടുവന്ന് ചോദിച്ചു. വിത്ത് ക്യൂരിയോസിറ്റി ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ. ഐ ഷുഡ് നോട്ട് ആസ്ക്ഡ്, വിത്ത് ക്യൂരിയോസിറ്റി ആസ്ക്ഡ്. പുള്ളി പറഞ്ഞു, ഞാൻ ചൈനയിൽ പോയിട്ട് വന്നപ്പം മേടിച്ചാണ്, ചൈനീസ് ബിയർ കുറച്ചുകൂടെ നല്ലതാണ്, പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ ക്യൂരിയോസിറ്റി, എന്തിനാ ചൈനയിൽ പോയതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ മാരിഗോൾഡ് എക്സ്ട്രാക്റ്റ് മേടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്യൂരിയോസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ മാരിഗോൾഡ് എക്സ്ട്രാക്റ്റ് എന്തിനാണ് അദ്ദേഹം പോയതെന്നുള്ള. അപ്പോൾ ഞാൻ അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് ചോദിച്ചു, കെമിൻ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇറ്റ്സ് എ വേൾഡ് വൈഡ് കമ്പനി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ചോദിച്ചു, മാരിഗോൾഡ് കിട്ടിയോന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, ഹൈ ഷോർട്ട് സപ്ലൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചൈന കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഐ എം അപ്സെറ്റ്, ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഓഫീസ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ സാധനം കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് അത് പറയാനും പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ വിലയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് ഗ്രാംസിനാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മളന്ന് മെക്സിക്കൻ കമ്പനിക്ക് വിറ്റുകൊണ്ടിരുന്നത് 12 സെൻറ്റിനാണ് ഒരു ഗ്രാമിന് വിറ്റുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ചോദിച്ചു, പുള്ളി പറഞ്ഞു 19 സെൻസിനാണ് ഞങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു, 19 സെൻറ്റിന്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാരിഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ബ്രോഷർ എടുത്ത് കാണിച്ചു കൊടുത്തു അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹത്തിന് കൺവിൻസ്ഡായി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഹൗ മച്ച് ക്വാണ്ടിറ്റി യു ഹാവ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹൗ മച്ച് ക്വാണ്ടിറ്റി യു വോണ്ട് എന്ന് ചോദിച്ചു. ഈ സെറ്റ് 150 മെട്രിക് ടൺസ്. എൻ്റെ അടുത്തിരിക്കുന്ന സ്റ്റോക്ക് തന്നെ അദ്ദേഹത്തിന് വേണം. അപ്പോൾ പുള്ളി ഞാൻ വാട്ട്സ് എ പ്രൈസ് എന്ന് ചോദിച്ചു. പുള്ളി ഒരു 19 സെൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഐ നീഡ് എ ബെറ്റർ പ്രൈസ്, ബിക്കോസ് ഐ എം സെല്ലിംഗ് അറ്റ് എ ബെറ്റർ പ്രൈസ് എന്ന് പറഞ്ഞു. ഞാൻ 19.7 ഞാൻ പുള്ളിയായിട്ട് അവിടെ വെച്ച് കമ്മിറ്റ് ചെയ്തു. ഫ്ലൈറ്റ് ഇറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, ക്യാൻ യു കം ടു മൈ ഓഫീസ് നെക്സ്റ്റ് മോർണിംഗ് എന്ന് ചോദിച്ചു. ഞാൻ ലാൻഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ
അത് അവരുടെ ഓഫീസിൽ കെമിൻ്റെ ഓഫീസിൽ ചെന്നു. അവരുടെ പ്രസിഡൻ്റ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു ഓസ്ട്രേലിയൻ ഗായ്. സോ അവർ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചേക്കാം. എനിക്ക് ഞാൻ ഒപ്പിട്ടാൽ മാത്രം മതി. സോ ഞാനവിടെ ചെന്ന് ഞാൻ ഒപ്പിട്ടു, കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. തേർഡ് ഡേ ഫുൾ 150 ടൺസ് കണ്ടെയ്നർ കയറിപ്പോയി. സി ദിസ് ഹാപ്പൻസ്. ഇതിന് ഒരു MBAയോ ഒരു ഡോക്ടറേറ്റ് ഒന്നും ഇതിന് വേണ്ട. ഇറ്റ് ഈസ് ജസ്റ്റ് ബ്ലെസ്സിങ് ഫ്രം എബവ് ഇസ് മോർ ദാൻ ഇനഫ് ടു ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ്. തീർച്ചയായിട്ടും ഒരു നിമിത്തം അല്ലേ, അങ്ങനെ ഒരാൾ അവിടെ വന്നിരിക്കാനും ആ ചോദ്യങ്ങൾ ചോദിക്കാനും. അതൊരു ഞാൻ ആ ബിയറിൻ്റെ കാര്യം ചോദിച്ചില്ല, ഞാൻ നിങ്ങൾ കോൺവെർസേഷൻ ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു what you call it, it's all happened because you know I was really upset when I came from Mexico because I don't know what to do with this because 28 കോടി രൂപയുടെ സാധനം ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ. സോ ഇവിടെ വന്ന് സാധനം കയറ്റി വിട്ടപ്പോൾ father was very happy about it. So we against it കെമിനായിട്ട് ഞങ്ങൾ 10-15 വർഷത്തോളം ഞങ്ങൾ കെമിനായിട്ട് ബിസിനസ് റിലേഷൻഷിപ്പായി അത് മാറി കൺവേർഷനായി. ഈ കഥ പറയുമ്പോൾ എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല, പിന്നീട് ചോദിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഈ നിമിത്തം എന്ന് ഞാനിത് പറയുന്നു, പക്ഷേ സാർ അത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ദൈവത്തിന്റെ ഇടപെടൽ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കാണുന്നത്. ഒരു വലിയ വിശ്വാസിയാണ് ആൻഡ് സംബഡി ഹു സ്പീക്സ് അബൌട്ട് യുവർ ഫെയ്ത്ത് വെരി ഓപ്പൺലി. എനിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, കാരണം സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ തേവരയിൽ പഠിക്കുമ്പോൾ തന്നെ ജീവിതസഖിയെ കണ്ടെത്തിയതിൽ ഉൾപ്പെടെ ദൈവത്തിന്റെ ഇടപെടലുണ്ട്, ഒരു പ്രാർത്ഥനാപൂർണമായുള്ള ഒരാളിനെ വേണം എന്നുള്ള ആഗ്രഹത്തെക്കുറിച്ച്. അപ്പം ആ ചെറിയ പ്രായത്തിലെ ഈ ഫെയ്ത്ത് അതെങ്ങനെയാണ് അത് വന്നത്? ഒരു കോൺവെന്റ് സ്കൂളിലൊക്കെ ചെറിയ കാലത്തെ പോയത് കൊണ്ടാണോ? എവിടെ അതിന്റെ റൂട്ട്സ് എവിടെയാണ്? അത് എന്നോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു എൻ്റെ റീസൺ. കാരണം ഞാൻ എപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് ഹോളിഡേക്ക് വീട്ടിൽ വരുമ്പോഴൊക്കെ ഒരു ബൈബിൾ ടീച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഒരു സ്ട്രെങ്ത് എപ്പോഴും ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും എപ്പോഴും കൊച്ചുമക്കൾക്ക് എപ്പോഴും ഒരു സ്ട്രെങ്ത്, പ്രത്യേകിച്ച് ഇങ്ങനത്തുള്ള ഈ ലൈഫിൻ്റെ ഒരു ലീഡിങ് കാര്യത്തിൽ പാരൻസിനേക്കാളും കൂടുതൽ മേ ബി ദേ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് അസ്. സോ യൂസ് ടു എന്നെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്നെ കൊണ്ട് ആ ചേർച്ചിൽ പോകാനുള്ള സിസ്റ്റം ഇതൊക്കെ കൊണ്ടുവന്ന എൻ്റെ ഗ്രാൻഡ് പാരൻസ് തന്നെ. എൻ്റെ ഗ്രാൻഡ് ഫാദറും ആണ് അതിനകത്ത് മുഖ്യ പങ്ക് വഹിച്ചെന്ന് ഞാൻ പറയും. അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെട്ടു പോകുന്നത്? ബിക്കോസ് യു ഡോണ്ട് ഹാവ് ഫെയ്ത്ത്. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ കോൺഫിഡൻസ് പോകുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ കോൺഫിഡൻസ് ഇസ് ലോസ്റ്റ്. ഐ ക്യാൻ ഡു ഇറ്റ്. ഫെയ്ത്ത്ഫുള്ളി യു ഷുഡ് തിങ്ക് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ആ വിശ്വാസമാണ് നമ്മളെ പലയിടത്തേക്കും കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറയില്ല, ഈ ഒരു സിറ്റുവേഷനിലായി കഴിഞ്ഞപ്പം ഇത് ഇത്രയും സക്സസ് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോലും യുവർ ആസ് എ മാനേജിംഗ് ഡയറക്ടർ CMD ഓഫ് സിന്തൈറ്റ് CV Jacob did not acknowledge me as a ഒരു വടിക്കോൾ. ഒരു പുള്ളിക്ക് ഫാറിന് അത്രയും ഇതൊന്നും അല്ല വേണ്ട, ഇതിനേക്കാളും വലിയ കാര്യം ചെയ്യണമെന്നായിരുന്നു. എക്സ്പെക്ടേഷൻ വാസ് ഹൈ ഓൺ മീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം അന്ന് ഞാൻ വിചാരിച്ചതന്നെ ബോളെ എന്ത് ചെയ്തിട്ടും നമുക്കൊരു ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആസ് എ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ മക്കളെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അത് ചെയ്തില്ലെങ്കിൽ ആസ് എ പാരൻസ് വി ആർ എ ഫെയിലിയർ. കാരണം അവരുടെ ഗ്രോത്തിന് നമ്മളെപ്പോഴും ഒരു ഫാക്ടറാണ്, അവരുടെ സക്സസ് ഗ്രോത്തിന്. കാരണം എന്ത് ചെയ്താലും നമ്മൾ ഒന്നില്ലെങ്കിൽ നോ അല്ലെങ്കിൽ എസ്. എന്തിന് നോ പറയുന്നു, എന്തിന് എസ് പറയുന്നു എന്നതിനെക്കുറിച്ച് പാരൻസിന് പോലും അതിനെക്കുറിച്ച് നിശ്ചയമില്ല. ആ നോ പറയുന്ന കുറയ്ക്കാമെങ്കിൽ ഡെഫിനറ്റായിട്ടും ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ്, കൂടുതലായിട്ട് ആലോചിക്കും. ഒരു ചെറിയൊരു അപ്രിസിയേഷൻ മതി ഒരാളെ വേറെ പലയിടത്ത് എത്തിക്കാനായിട്ട്. ഈ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം കാശ് കൊടുത്താൽ കിട്ടില്ല, അത് എല്ലാവർക്കും വേണം താനും. അത് കൊടുത്തു നോക്കിക്കോ, ഡെഫിനറ്റായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്ററായിട്ട് ഒരു ജോലിയിൽ ഉള്ള ആളാണെങ്കിലും ശരി, കുടുംബത്തിലാണെങ്കിലും ശരി, ഗ്രോത്ത് ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും ആൾ, നമ്മൾ വിചാരിക്കുന്നതല്ല. അത് ഈ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഫാദറിലേക്ക് എനിക്ക് കോൺവെർസേഷൻ ഒന്ന് കൊണ്ടുപോകണം തോന്നുന്നു. അതായത് 3 വയസ്സിൽ ബോർഡിങ്ങിൽ പോയി, അപ്പോൾ ഫാമിലിയിൽ നിന്ന്, പ്രത്യേകിച്ച് അച്ഛനും അമ്മയിൽ നിന്ന് മാറി നിന്ന ഒരു ബാല്യകാലം, അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാർ ഇപ്പോൾ കമ്പനിയെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെ ഫാദറിനെ പറ്റി സംസാരിക്കുമ്പോൾ, ആ ഒരു സ്ട്രോങ് ബന്ധം, അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അദ്ദേഹം ഇൻസ്പയർ ചെയ്ത ഒരു ഡിസിപ്ലിൻ, അതൊക്കെയാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം എന്നും പറയുന്നുണ്ട്. അപ്പം അതിനകത്തൊരു ചെറിയ ഡിസ്കണക്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എങ്ങനെയാണ് അടുപ്പമില്ലാതിരുന്ന ഒരാളിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇത്രയും വിജയം കൊയ്യണം എന്നുള്ള, അതെങ്ങനെയാണ് ആ കണക്ട് വന്നത്? ആദ്യം തുടക്കത്തിൽ നമുക്ക് ഈ അപ്രിസിയേഷനിലാകും നമ്മൾ എന്ത് ചെയ്താലും നമുക്ക്
നെഗറ്റീവ് ഷോട്ട്സ് കിട്ടും. ഈ നെഗറ്റീവ് ഷോട്ട്സ് കിട്ടാൻ നേരത്ത് യു ഗെറ്റ് ഡിപ്രസ്ഡ്, ലൈക്ക് ഡിപ്രസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് കമോൺ വാട്ട് ഇസ് ദിസ്, എന്ത് ചെയ്താലും നമുക്ക് ഇങ്ങനത്തെ ഒരു അപ്രിസിയേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അതിനൊന്നും ആദ്യ തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ once I started the journey in my Indian market, then he started acknowledging me. കമോൺ, ഞാൻ വിചാരിച്ച ആളല്ല എന്ന് ഫാദറിന് തന്നെ തോന്നി തുടങ്ങി. കാരണം ആരും ഞങ്ങളുടെ ബോർഡിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിലോ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ലെവലിലേക്കാണ് ആ വളർച്ച പോയത്. അതിൽ ഹി വാസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അങ്ങനെ 2013-14 ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, ഓൾ ഇൻ്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ഇൻട്രസ്റ്റ് ടു ഡോക്ടർ ബിജു ജേക്കബ്. അങ്ങനെയാണ് അവരെന്നെ ഓട്ടോമാറ്റിക്കലി അവരെന്നെ ഒരു മാർക്കറ്റിംഗ് ഗുരു എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. കാരണം ഇത് ആരും പ്രതീക്ഷിക്കാത്തൊരു ഏരിയയിലേക്ക് നമ്മൾ കയറിയേക്കണമെന്ന് മനസ്സിലാക്കണം. ശരിക്കും ആ ഗ്രോത്ത് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണോ ആ ഒരു തലപ്പത്തേക്ക് എത്തിയത്? അങ്ങനെയാണ് 100%. കാരണം അതൊരു എനിക്കൊരു ചലഞ്ചും കൂടിയായിരുന്നു. കാരണം വെച്ചാൽ ഇത് ഞാൻ ഇപ്പോഴും ഒരു വാശിക്കാരനാണ്. വാശി എന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും ചലഞ്ച് ചെയ്യാൻ വന്നാൽ ഞാൻ ചലഞ്ച് ചെയ്യും. കാരണം ബിക്കോസ് എന്നാലല്ലേ ലൈഫിലൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അല്ലാതെ നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ശരി, നമ്മുടെ എന്ത് കാര്യം ചെയ്യാൻ നേരത്തും കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. നമ്മുടെ തന്നെ അതിർവരമ്പുകളെ ലംഘിക്കാനൊരു നമുക്ക് ഔട്ട്സൈഡ് ദ ബോക്സ് ചിന്തിച്ച് മുകളിലേക്ക് പോകാനായിട്ട് എപ്പോഴും അതിനൊരു സ്പേസ് ഉണ്ട് നമുക്ക്. ആ സ്പേസ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. വേറെ ആരും നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരില്ല. വി ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ നേരത്ത് ഓക്കെ നമുക്കൊന്ന് അടുത്തതിലേക്ക് പോകാം. പക്ഷേ what I was doing is whatever I do, I was prayerfully going in it. അല്ലാതെ ചുമ്മാ എടുത്ത് ചാടി ഒരു പ്രോജക്റ്റായിട്ട് പോയതല്ല. I was prayerfully going into it. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് എനിക്കുണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം. സിന്തൈറ്റിൻ്റെ ഞാൻ 2016 മാനേജിംഗ് ഡയറക്ടറായ സമയത്ത് അതൊരു വലിയ ചലഞ്ചായിരുന്നു. 5 വർഷം. ഫസ്റ്റ് ഇയർ നിപ വൈറസ് വന്നു, സെക്കൻഡ് ഇയർ കോവിഡ് വന്നു, ലാൻഡ് സ്ലൈഡ് വന്നു, തേർഡ് ഇയർ ഫ്ലഡ് വന്നു, തേർഡ് ഇയർ സമരം വന്നു. ഇതിങ്ങനെ പിന്നെ കോവിഡായി. ഈ 5 വർഷവും സിന്തൈറ്റ് 50% ഗ്രോത്താണ് എടുത്തത്. താഴ്ത്തോട്ടല്ല പോയത്, മുകളിലേക്കാണ് പോയത്. അതിനകത്ത് 30% പ്രോഫിറ്റും ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ മാനുഫാക്ചർഷിപ്പിൽ ഒരിക്കലും അതുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധം, ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ, ഇങ്ങനെ വന്നു. പക്ഷേ അതെനിക്കൊരു നല്ലൊരു പാഠമായി എനിക്ക്. കാരണം ഇതിലേക്കുള്ള വലിയ ചലഞ്ച് വേറെ ഉണ്ടോ? അന്ന് ഫാദറും ഇല്ല, ആരുമില്ല. അപ്പോൾ ഞാൻ ദ ഓൺലി പേഴ്സൺ ആൻഡ് മൈ യങ്ങർ ബ്രദർ. സോ ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മീൻസ് തിയറി കിട്ടത്തില്ല. എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കൈ കിട്ടണം. അന്ന് പൊളിറ്റിക്കലായിട്ട് ആരും ഞങ്ങൾക്ക് ബന്ധവുമില്ല ആരോടെ. കാരണം ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഫാദറും എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിനെപ്പറ്റി ആരും പരിചയമില്ല. കുറച്ച് പൊളിറ്റിക്കൽ ആൾക്കാരൊക്കെ പരിചയമുണ്ട്, അല്ലാതെ ഇത് എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ സമയത്തും നമുക്ക് ഓപ്പണിംഗ് കിട്ടി. ഓരോ സ്ഥലത്ത് സംസാരിക്കാനും ഓരോരുത്തരെ കാണാനും ചീഫ് മിനിസ്റ്റർ കാണാനും. അല്ലെങ്കിൽ ഞാനത് ചോദിക്കാൻ പറ്റുമായിരുന്നു, ആ ഒരു 2018 അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാമെന്ന് ഉള്ള ഒരു തീരുമാനം അതൊക്കെ എങ്ങനെയാണ്? അത് ഞാൻ എൻ്റെ ബോർഡ് മീറ്റിങ്ങിലിരിക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ അവിടെ സിന്തൈറ്റിൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്നോട് പറഞ്ഞു, അതൊന്നും പേടിക്കണ്ട, നീ വൈറ്റിങ് വരാൻ പറഞ്ഞു, ഇവിടെ വെച്ച് ഞങ്ങൾ കാണുന്നത്. എന്നിട്ട് ഈ കെയിം ഫ്രം ഓൾ ദ വേ ഫ്രം ആലപ്പി. ഞങ്ങളിട്ട് ഇവിടെ വന്ന് ഡിസ്കഷൻ നടത്തി. പറഞ്ഞു CM-ന് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ നേരെ പോയി കംപ്ലീറ്റ് പേപ്പേഴ്സായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പോയി പ്രസൻറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ രാജീവും കുറച്ച് എന്നെ ഹെൽപ്പ് ചെയ്തു അതിനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പം CM ഉടനെ തന്നെ പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. തിരിച്ചു വിടാത്തപ്പോഴത്തേക്കും സമരം പിൻവലിച്ചായിരുന്നു, കോൾഡ് ഓഫ്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിപ്പോയി അത്. കാരണം വെച്ചാൽ അത് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ഒന്നും പറയാനില്ല. പക്ഷേ അത് ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം വലിയൊരു ടേൺ അറൗണ്ട് ടൈമായിരുന്നു അത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരം നടക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ റാങ്കിങ് ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ റാങ്കിങ് മെച്ചപ്പെടുത്തി 1ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തി. കേരളത്തിൽ ബിസിനസ് ചെയ്ത് വിജയം നേടിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നടത്തിയ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ്റെയും കൂടെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനത് പലപ്പോഴും ഈ ഒരു ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റിൽ പോയാലും one or the other problem will be there. ഇപ്പോൾ ഞങ്ങൾക്ക് ഓങ്കോളിലുണ്ട്, ആന്ധ്രയിൽ, പിന്നെ കർണാടകത്തിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, ചൈനയിലുണ്ട് ഫാക്ടറി,
ബ്രസീലുണ്ട്. എല്ലാ കൺട്രീസിലും എല്ലാ സ്റ്റേറ്റുകളിലും അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. കാരണം അത് ഇന്ന കാരണം കൊണ്ടാണ് ഇതുണ്ടായതെന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് കേരളത്തിൽ വന്നു, വി ആർ ദ നമ്പർ 1 എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരാൾ ട്രൈ ചെയ്താലല്ലേ ആ ലെവലിലേക്ക് വരാൻ പറ്റുള്ളൂ. എന്നും കേരളം പുറകോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഐ വുഡ് ഡെഫിനറ്റ്ലി ഐ വിൽ അക്നോളജ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ രാജീവിനെ ഞാൻ അതിനകത്ത് വളരെ അക്നോളജ് ചെയ്യും. കാരണം അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ഇറ്റ്സ് ട്രെമൻഡസ്. കാരണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, പ്രാക്ടിക്കലായിട്ടാണെങ്കിലും ശരി, ഇപ്പോൾ എവറി ഡേ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ രാജീവ് വളരെ പ്രൊആക്റ്റീവായിട്ട് അത് എടുക്കുന്നുണ്ട്. അത് വിജയിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. കാരണം മിനിസ്റ്റേഴ്സ് മാത്രം വിചാരിച്ചിട്ടല്ലല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതിൻ്റെ താഴെയുള്ള ഒരാൾക്കാരും ഇതിന് പോസിറ്റീവായിട്ട് കണ്ട് സ്റ്റേറ്റ് ഓൾ ടുഗെദർ സെൽഫ് സഫിഷ്യൻറ്റ് സ്റ്റേറ്റ് ആവാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ എന്താ പറ്റുന്നത്, കേരള ഇസ് നോട്ട് എ സെൽഫ് സഫിഷ്യൻറ്റ് സ്റ്റേറ്റ്. കാരണം വെജിറ്റബിൾസ്, ബാക്കിയുള്ള എല്ലാം ടൂത്ത് ബ്രഷ്, പേസ്റ്റ് എല്ലാം ഇസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. സോ വൈ കാൺ അതാ കുറച്ച് മുമ്പ് ഞാൻ പറയണത്, ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ടു ഹാവ് സംതിങ്, മാനുഫാക്ചർ സംതിങ് ഇൻ കേരള. അത് നടക്കുന്നില്ല. ബേസിക്കലി ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ കൾട്ടിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ 200 to 300 acres എന്ന് പറഞ്ഞാൽ അതിനെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ കാഡമം, റബ്ബർ, പിന്നെ ടീ, കോഫി, ഇതൊക്കെയാണ് പ്ലാന്റേഷൻസ്. ഈ പ്ലാന്റേഷൻസ് അല്ലാതെ ഈ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് ഉണ്ട്. ഒരാൾക്ക് 5 ഏക്കർ ഉണ്ടെങ്കിൽ അത് 5 ഡിഫറെൻറ്റ് ക്രോപ്സ് നടുക. അതൊന്നും വിജയിക്കുന്നില്ല. കാരണം ബിക്കോസ് ഓഫ് ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ, ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ഇഷ്യൂസ് ഓൾ ടുഗെദർ. ഇതിനൊക്കെ പണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല? ടേമറിക് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടേമറിക് ആലപ്പി ടേമറിക് ആയിരുന്നു. ഇപ്പോൾ അത് കിട്ടാനേ ഇല്ല. നോബഡി ഈസ് മേക്കിംഗ് ദറ്റ് ക്രോപ്പ്. ഏറ്റവും ബെസ്റ്റ് ജിഞ്ചർ കേരള ജിഞ്ചറായിരുന്നു. ഇപ്പോൾ ഹാർഡ്ലി എനിബഡി മേക്സ് എ ജിഞ്ചർ. അപ്പോൾ എന്തുകൊണ്ട് അതുണ്ടാകുന്നില്ല? ഈ സ്പൈസസ് ബോർഡോ അങ്ങനെയുള്ള ബോർഡുകളോ ആരെങ്കിലും ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? ഇല്ല. ഇതിനെ എന്തുകൊണ്ട് അത് പുറകോട്ട് നമ്മളൊന്ന് നോക്കണം. വൈ ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്? അത് ആരും നോക്കുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും IT അങ്ങനെയുള്ള ഫീൽഡിലേക്ക് പോകാനാണ് അടുത്ത തലമുറയ്ക്കാണെങ്കിലും ആവശ്യം. പിന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു. പീപ്പിൾ വോണ്ട് ടു തിങ്ക് ഇൻ ദറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ GST വന്നുകൊണ്ട് കൊമേഴ്സ് കഴിഞ്ഞവരൊക്കെ എല്ലാം ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീൽസൊക്കെ കയറി. GST ഉള്ളതുകൊണ്ട് അവിടെ എല്ലാവർക്കും സ്കോപ്പ് ഉണ്ട്. ഇപ്പം എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻറ്മാരാവണമെന്നില്ല. ഇപ്പം പുതിയ കോഴ്സുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഈ കൃഷിയിൽ താല്പര്യം കുറയുന്ന ഒരു യുവതലമുറയെ പറ്റി സംസാരിക്കുമ്പോൾ അത് ടെക്നോളജി കൊണ്ട് റിസോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ഒരു പരിധിവരെ ടെക്നോളജി കൊണ്ട് അത് റിസോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ക്ലൈമറ്റിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ക്ലൈമറ്റ് ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസം മഴ പെയ്യുമെന്ന് പറഞ്ഞു, മഴ പെയ്തില്ല. ഇന്ന് നമുക്ക് വെയിലാണ്. ഹൂ ക്യാൻ കൺട്രോൾ ദി വെതറിനെ ആശ്രയിച്ചാണല്ലോ നമ്മുടെ. ഇപ്പോൾ ഹൗ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് സിക്ക് ബിക്കോസ് വി ആർ ഓൾസോ ഗെറ്റിംഗ് സിക്ക്. പല മെഡിസിൻസൊക്കെ ഒത്തിരി ഹോസ്പിറ്റലിൽ ഒത്തിരി അഡ്മിറ്റഡ് ആവുന്നുണ്ട്. അതിനെ കുറിച്ച് കൃഷിക്ക് അതുപോലെ ഡാമേജ് വരുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന സമയത്തല്ല റെയിൻ കിട്ടുന്നത്. അവർ ഗ്രോത്തിൻ്റെ സമയത്തായിരിക്കും, ഗ്രോത്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഫോർ എക്സാമ്പിൾ പെപ്പർ ഈൽഡ് ചെയ്യുന്ന സമയത്തായിരിക്കും മഴ വരുന്നത്. ആ പെപ്പർ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അല്ലാതെ നമുക്ക് അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾ ഔട്ട്സൈഡ് കേരള നമ്മൾ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. കൃഷിക്കാർക്ക് സീഡ് കൊടുത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില്ലി സീഡ് കൊടുത്ത്, ടേമറിക് ഇതൊക്കെ നമ്മൾ സീഡ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഗ്രോ ചെയ്യിപ്പിച്ച് നമ്മൾ ബൈബാക്ക് ചെയ്യുകയാണ്. അപ്പം മാർക്കറ്റ് കിട്ടുന്നതിനേക്കാളും ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്നതിന്. അപ്പം അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കൊടുക്കുന്നതുകൊണ്ട് കൃഷിക്കാരും ഹാപ്പിയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഫണ്ടിങ് അല്ല ചെയ്യുന്നത്, സീഡ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ അതിന് മേടിച്ച് ഡ്രൈ ചെയ്ത് നമ്മുടെ എക്സ്ട്രാക്ഷന് വേണ്ടി കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത്. ഇത് ഈ കേരളത്തിൽ അത്രയും സ്ഥലമില്ല. വാട്ട് യു റൈറ്റ്ലി സെഡ്, ഇറ്റ് ഇസ് എ തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാനായിട്ടുള്ള മാത്രമല്ല ഇനി ചെയ്യാനുള്ള സ്ട്രെങ്തുള്ള യങ്സ്റ്റേഴ്സും ഇല്ല. കാരണം ദേ ആർ നോട്ട് വില്ലിങ് ടു ബിക്കം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിട്ട് വരുന്ന ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എവിടെയാണ്? ഒന്നുമില്ലെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ കൃഷിഭവനിൽ. അവർക്കൊക്കെ ഈസി വേ ഓഫ് ജോലി കിട്ടും. നേരെ മറിച്ച് ഒരു ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ ചിന്തയിൽ വരുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അദ്ദേഹം പോയി വെയിൽ കൊള്ളേണ്ടി വരും. കാരണം ബിക്കോസ് എവിടെയെങ്കിലും ഫാമിൽ പോകേണ്ടി വരും. അത് ആർക്കും താല്പര്യമില്ല. വളരെ കുറച്ച് എല്ലാവർക്കും എയർ കണ്ടീഷൻ കംഫർട്ടബിൾ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം.
പക്ഷേ ഈ ഡിഗ്രിയെ പറ്റി പറഞ്ഞപ്പോൾ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല താങ്കൾ. കൊമേഴ്സ് ആണ് പഠിച്ചത്, എന്നിട്ട് സിന്തൈറ്റ് പോലെ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഡിഗ്രിക്ക് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് താങ്കൾ. അപ്പോൾ എത്രമാത്രം സിന്തൈറ്റ് ഓപ്പൺ ആണ് അത്തരത്തിൽ ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി അല്ലാതെ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാനൊരു പുതിയ ചാലഞ്ചിന് തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്ന, അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു കമ്പനിയാണോ സിന്തൈറ്റ്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പം നമുക്കതില്ല, അങ്ങനെ കിട്ടാൻ വളരെ ചുരുക്കം ആൾക്കാരെ കിട്ടത്തുള്ളൂ. ബിക്കോസ് ഇപ്പോഴത്തെ നമ്മൾ ഫിസിഷ്യൻ എന്ന് പറയുന്ന പോലെ കാർഡിയോളജിസ്റ്റായി, പണ്ട് ഫിസിഷ്യനായിരുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഓരോ സെക്ടറിനും ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റീസായി. ഇതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയിലും. കാരണം ഇപ്പം അഗ്രോണമി നോക്കാൻ ഒരുത്തരുണ്ട്, ബട്ട് അഗ്രോണമി നോക്കാൻ അങ്ങനെ ഒരു സെക്ടറേ ഉണ്ടായിരുന്നില്ല സിന്തൈറ്റിന്. ഇപ്പോൾ അഗ്രോണമി നോക്കാൻ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ സപ്പോർട്ട് കൊടുക്കാൻ വേറൊരാൾ, അതിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നും ഇല്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. വി ലവ് ദോസ് പീപ്പിൾ ബിക്കോസ് ദേ കം ഫ്രം എക്സ്പീരിയൻസ്. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് വി ഹാവ് ലോട്ട് ഓഫ് കൺസൾട്ടൻസ് കമ്മിങ് ഇൻ വിത്ത് നോ ക്ലൂ അറ്റ് ഓൾ അബൌട്ട്. ഇപ്പം ഒരു ഇഷ്ടംപോലെ കൺസൾട്ടൻസിനെ കിട്ടും ഇങ്ങനെയുള്ള ഡ്രൈവ്സ് തരാനായിട്ട്, ലൈക്ക് കൃഷി ചെയ്യുക അല്ലെങ്കിൽ കൃഷിനെ കുറിച്ചോ അല്ലെങ്കിൽ പറയാനായിട്ടൊക്കെ. പക്ഷേ അവർക്കെല്ലാം തിയറി ക്ലാസ്സസ് ആണ്. ദേ ഡോണ്ട് ഹാവ് എ പ്രാക്ടിക്കൽ ക്ലാസ്. അപ്പോൾ അവരോട് നമ്മൾ പറയുകയാണെന്ന്, ഞാൻ 1000 ഏക്കർ തരാം, നീ കൃഷി ചെയ്ത്, കൺസൾട്ടൻ്റ് പറയുകയാണ് കൃഷി ചെയ്ത് ആ ക്രോപ്പിങ് തരാൻ ഞങ്ങൾ മേടിച്ചോളാന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ഓൺലി ഇൻ എ തിയറി ബുക്ക്. ഇപ്പോൾ കെമിസ്ട്രി പഠിക്കും, ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് ആർട്സ് കോളേജിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. അപ്പം അവിടെ ഞാൻ നോക്കുമ്പോൾ കെമിസ്ട്രിയിൽ എല്ലാ എക്യുപ്മെൻസിനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ഗ്യാസ്മോട്ടോഗ്രാഫ്, LCMS, എല്ലാ എക്യുപ്മെൻസിനെ കുറിച്ചും ഞങ്ങളുടെ സിന്തൈറ്റിലുള്ള എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെൻസിനെ കുറിച്ചും തിയറി പഠിപ്പിക്കുന്നുണ്ട്. ദേ ഡോണ്ട് ഹാവ് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അവിടുത്തെ ടീച്ചറോട് പ്രൊഫസറോട് പറഞ്ഞു, സെൻഡ് ദ ചിൽഡ്രൻ ടു സിന്തൈറ്റ് ആൻഡ് ലെറ്റ് ദം പ്രാക്ടിക്കലി ലേൺ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ GCMS, അല്ലെങ്കിൽ ഗ്യാസ്മോട്ടോഗ്രാഫിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ LCMSൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവർ പ്രാക്ടിക്കലായിട്ട് പഠിക്കട്ടെ. ഞങ്ങളതല്ലേ, ഞങ്ങൾ എന്നിട്ട് സ്റ്റൈഫൻ കൊടുക്കുന്നുണ്ട് 2500 രൂപ. ഈ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് നമ്മൾ ഒരു കോളേജ് ആൻഡ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഇൻറ്റഗ്രേഷൻ പോലെ നമ്മൾ ചെയ്യുകയാണ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അവരെ ആ കുട്ടിയുടെ ലൈഫിൽ പുറത്തേക്ക് പോകുന്നത് ഷീ ഹാസ് ഗോട്ട് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓൺ ദ എക്യുപ്മെൻറ്റ്. നമ്മുടെ കുട്ടികളെല്ലാവരും പഠിക്കാനായി, ജീവിക്കാനായി, ജോലി ചെയ്യാനായി പുറത്തേക്ക് പോകുന്നതാണ് അഭികാമ്യം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സിന്തൈറ്റ് പോലെ ഇത്രയും ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുള്ള ഒരു കമ്പനി ആ ചാലഞ്ചിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്? നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഗുണമുള്ള എന്തെങ്കിലും സിന്തൈറ്റിനെ കുറിച്ചുള്ള വെബ്സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ സിന്തൈറ്റ് എന്താണെന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുക. ദ പീപ്പിൾ കം. ഞങ്ങളുടെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ഇന്നോവേഷനിലാണെങ്കിലും, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലാണെങ്കിലും, ഓപ്പറേഷൻസിലാണെങ്കിലും ഞങ്ങളിപ്പോൾ കണ്ടുവരുന്നത് ഈ പണ്ടൊക്കെ യങ്സ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു 10-25 വർഷം നമ്മളോട് ജോലി ചെയ്യും. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു മാക്സിമം 3 years പഠിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ജമ്പ് ചെയ്ത് വേറെ ലെവലിലേക്ക് പോകണമെന്ന് അവരുടെ ആഗ്രഹം വരും. അതുവരെ ബേസിക് ആയിട്ടുള്ളൊക്കെ ഞങ്ങൾ സിന്തൈറ്റിൽ വന്ന് പഠിക്കാൻ ഒരു നിവൃത്തിയില്ല. യു ഹാവ് ടു ലേൺ. അതൊരു അക്കാഡമി തന്നെയാണ്. അതുകൊണ്ട് യു ഹാവ് ടു ലേൺ, അതർവൈസ് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് പീപ്പിൾ വിൽ കം ആൻഡ് ജോയിൻ ആൻഡ് 3 years later they leave. നമുക്കൊരു വലിയ ഗ്യാപ്പ് പിന്നെ ഉണ്ടാവുകയാണ്. പിന്നെ അടുത്ത പഠിപ്പിക്കുകയാണ്. അതാണ് വലിയൊരു ചലഞ്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ കിട്ടാനുണ്ട്, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്. പക്ഷെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരാൾക്ക് സീനിയോറിറ്റി കൂടുമ്പോൾ നമ്മൾ അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം, കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം. ഇപ്പോൾ പല കമ്പനികളും ഉണ്ട്, IT കമ്പനികളാണ് എൻ്റെ മനസ്സിൽ. അവർക്ക് ആൾക്കാർ സീനിയർ ആകുമ്പോൾ അവരെ പറഞ്ഞു വിടാനാണ് താല്പര്യം. പക്ഷേ എനിക്കൊന്ന് സിന്തൈറ്റ് പോലെ ഒരു കോർ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ല. എത്ര നാൾ ഒരു ലോഞ്ചിവിറ്റിയിൽ ആൾ എത്ര നിൽക്കുന്നു അതാണ് നല്ലതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് എളുപ്പമാണല്ലോ ഒരു കാര്യം പറയാനായിട്ട്. ഞങ്ങളുടെ എക്സ്പ്രഷൻ അവനും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നേരത്ത് ഹി ഓൾസോ അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഇറ്റ് ഈസ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണമെങ്കിൽ നമ്മുടെ കൂടെ ലോങ് ടേം വർക്ക് ചെയ്ത ആൾക്കാർ നമ്മളോട് നിൽക്കുമ്പോഴാണ് നമുക്കും കോൺഫിഡൻസ് ലെവൽ കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ പുതിയൊരു 3 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് പറയുന്നേക്കാളും ഒരു 10 വർഷം നമ്മളോട് എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുന്നത് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഹൗ മച്ച് ഡു യു ഇൻവെസ്റ്റ് ടു പീപ്പിൾ ദെൻ? അതായത് കൂടെ ജോലി ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമുക്ക് ടെക്നിക്കലി പറയാമെങ്കിലും ഓരോരുത്തരും ഓരോ ജീവിതവും ഓരോ കഥയും ഉള്ള മനുഷ്യരാണ്. ഇവരിലേക്ക് എന്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൈസയ്ക്കപ്പുറം? ബേസിക് ഡിസിപ്ലിൻ ഇൻ കോർപ്പറേറ്റ് ടീം, ബിക്കോസ് വി മേക്ക് ഷുവർ ഇവിടെ വർക്ക് ഫ്രം ഹോം ഒന്നുമില്ല. അത് ആ കോവിഡിൻ്റെ സമയത്ത് മാത്രമേ വർക്ക് ഫ്രം ഹോം ചെയ്തുള്ളൂ. വി ഡോണ്ട് ഡു എനി വർക്ക് ഫ്രം ഹോം. വി ഓൾ ഹാവ് ടു കം ടു ദ ഓഫീസ്
8:30 sharp. Hands-on work. Hands-on work. Very disciplined way it has to come in. Once they get into the compound of Synthite, there should be a different personality altogether, because we come for work. Work is a worshipping place. You have to dedicate yourself and commit yourself to the work. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അവർക്ക് പ്രയാസപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ സിന്തൈറ്റിൽ ഉണ്ടാകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ I strongly believe that we are one of the best salary paying company in Kerala. And we take care of our employees. Our welfare ആണെങ്കിൽ അവർക്ക് പ്രശ്നം വന്നാലും we'll take care of them. അത് പറയുമ്പോഴും സാർ 2018 ഒരു വലിയ ചാലഞ്ചിന് ശേഷം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയി ചെയ്തോ കമ്പനിയിൽ? ഒന്നും ചെയ്തില്ല. കാരണം ഞങ്ങളിപ്പോഴും ഞാൻ അവരെ എക്സ്പ്രസ് ചെയ്യാൻ നേരത്തെ, സ്പീച്ചിൽ എക്സ്പ്രസ് ചെയ്യാൻ നേരത്തെ സിന്തൈറ്റ് ഫാമിലി തന്നെ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരെയും നമുക്ക് ക്രൂശിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സമരത്തിലിരുന്ന ആൾക്കാരിൽ 65% ആൾക്കാർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തവരാ. അതെന്ന് പറഞ്ഞ് അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി നമ്മൾ ഒന്നും കാശ് കൊടുത്തോ ഒന്നും ഒന്നും മേടിക്കാൻ പറ്റില്ല എന്ന് പഠിച്ചു അതിൻ്റെ അകത്തുനിന്ന്. ഇത് ഓരോരുത്തരുടെ മനസ്സിൽ കൂടെ പോകുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് സംഭവിച്ചു പോയി. ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിപ്പോയി. ഇനിയിപ്പം അത് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലതായ സ്റ്റാഫുകൾ ഉണ്ടാവുമായിരിക്കും. നമ്മൾ അവരെയും കൂടെയും അതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. കാരണം ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ദ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരെയും അതുപോലെ തന്നെയാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിൻസിപ്പിൾ ഫിലോസഫി അനുസരിച്ച് ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ഡിഡ്. This is a journey, you have to take the journey forward. അതിനെക്കുറിച്ച് പ്രജുഡിസ്ഡ് ആവാതെ അതിൻ്റെ പ്രജുഡിസ്ഡ് ആയിട്ട് എന്ത് കാര്യം? നെക്സ്റ്റ് ഡേ ഇസ് എ ന്യൂ ഡേ. നെക്സ്റ്റ് ഈസ് എ ന്യൂ ഡേ. നമ്മൾ അതിനെക്കുറിച്ച് വിൽ റിജോയ്സ് ദ നെക്സ്റ്റ് ഡേ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എവറി ഡേ ഇഫ് യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ് ആൻഡ് ദെൻ അതുപോലെ പെരുമാറാനാണെങ്കിൽ ദെൻ യു ആർ നോട്ട് എ ഹ്യൂമൻ ബീയിങ്. ദെൻ ഹ്യൂമൻ ബീയിങ് എന്ന് സാർ പറഞ്ഞെടുത്ത് നിന്ന് എനിക്ക് ഇനി ചോദിക്കാനുള്ളത് ഈ ഫാമിലി ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇത് ഒരുപാട് നേരിടാറുള്ള ചോദ്യമാണെന്ന് എനിക്കറിയാമെങ്കിലും അതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഒരു 3rd ജനറേഷൻ അപ്പുറത്തേക്ക് സക്സസ്ഫുൾ ആയി ഫാമിലി മാനേജ് ബിസിനസ്സുകൾ പോകാറില്ല, അല്ലെങ്കിൽ പെർസെൻറ്റേജ് അതിൻ്റെ കുറവാണ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ജങ്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? 3rd ജനറേഷൻ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ചൊരു പ്രഷറുണ്ടോ? ഇത് എങ്ങനെ മുന്നോട്ട് പോകും? അതോ അതിനെക്കുറിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്യാറുണ്ടല്ലോ ഈ ഫാമിലി മാനേജ് ബിസിനസ്സിൽ? അതൊക്കെ പ്രോസസ്സിങ് എല്ലാം അതൊക്കെ ചെയ്ത് സെറ്റാണോ? ഹൗ ഇസ് ഇറ്റ് അറ്റ് സിന്തൈറ്റ്? സിന്തൈറ്റിലെ സംബന്ധിച്ചോളം പ്രോബ്ലംസ് ഇല്ലാത്തൊരു ഫാമിലി കമ്പനി ഇല്ല. അത് 100% ഗ്യാരണ്ടി. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ബിക്കോസ് വി ആർ ഓൾ സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ, സെയിം ബ്ലഡ്, എവറിത്തിങ്. പക്ഷേ നമ്മുടെ we got a lot of difference of opinion. Constitutions are different. കാരണം സെയിം ബ്ലഡ് ആയിരിക്കും, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡിഫറെൻറ്റ്. ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ ബ്രദറിൻ്റെ മക്കളോ ചിന്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ കസിനോ ചിന്തിക്കണം നിർബന്ധമില്ല. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കണം. അതായത് നത്തിങ് കംസ് ഈസി. ഒരു സാധനം ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ വരില്ല. അതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. എവ്രിതിങ് യു ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം അതാണ്. ദേ ഓൾ ടേക്ക് എൻ ഈസി റൂട്ട്. ഈസി റൂട്ട് വിൽ നെവർ ഗോ ഫാർ. അധികം ദൂരം പോകത്തില്ല, കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ഇഫ് യു ഗോ ത്രൂ അതായത് ഒരു ഇൻഡസ്ട്രിയെ നമുക്കൊരു 10 വർഷത്തേക്ക് 15 വർഷത്തേക്കെങ്കിലും മുന്നേ കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഫാമിലി കമ്പനി എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ഫാദറിൻ്റെ കാലഘട്ടത്തിലൊന്നും അദ്ദേഹം ഇങ്ങനെയൊന്നും ചിന്തിച്ച് കാണില്ലായിരിക്കും. ഇത്രയും ജനറേഷൻ കൈമാറി പോകുന്നതും. കാരണം സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു കമ്പനി ആവുന്നതും ഈ മൈറ്റ് ഹാവ് ഡ്രീംഡ് ഫോർ ഇറ്റ്. ചിന്തിച്ചു പോലും കാണില്ല. ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് വന്നപ്പോഴാണ് എനിക്കറിയായിരുന്നു ദിസ് കമ്പനി ഈസ് ഗോയിങ് ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓൾ ടുഗെദർ. അതെനിക്ക് വലിയൊരു മനസ്സിന് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ what you asked me the question, I'm going to reply back as it's difficult. It's difficult to make people understand. It's difficult. നമുക്ക് ഒത്തിരി ഡിവിഷൻസ് ഉള്ളതുകൊണ്ട് ഓരോ ഡിവിഷൻസ് നോക്കുന്നുണ്ട്. നമുക്ക് സമയമില്ല പല കാര്യങ്ങളും നോക്കാനായിട്ട്. അവർക്ക് സമയമില്ല നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ബോർഡ് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഈ ബോർഡ് മീറ്റിംഗ് വരുമ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഡെവിൾസ് അഡ്വക്കേറ്റ്. ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എപ്പോഴും ഒരാളുണ്ടാകണം. അത് ഞാനാണ് പലപ്പോഴും ബോർഡിലെ ഡെവിൾസ് അഡ്വക്കേറ്റ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രോജക്റ്റ് എന്നെ ടേബിളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു 3 വെറ്റിംഗ് കഴിയാതെ ഞാൻ അടുത്ത ബോർഡിലേക്ക് വയ്ക്കാൻ സമ്മതിക്കത്തില്ല. 3 വെറ്റിംഗ് കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും ഐ വിൽ ആസ്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. പീപ്പിൾ മേ നോട്ട് ലൈക്ക് ഇറ്റ്. മിക്കപ്പോഴും ഞാനൊരു
ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ആർക്കും. കാരണം വെച്ചാൽ അതങ്ങനെയാണ് അതിന് കിടപ്പതാ. അപ്പം നിവൃത്തിയില്ല. കാരണം ബിക്കോസ് ഹാവ് ടു ടേക്ക് ദറ്റ് ആ സീറ്റ് ഞാൻ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തേ പറ്റൂ. അപ്പോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എവിടെയെങ്കിലും പോട്ടെന്ന് വേണം. നമ്മൾ ഗിവ് അവേ ദ എൻ്റർ ഇൻഡസ്ട്രി. അത് കളയാൻ ഞാൻ തയ്യാറല്ല. അപ്പം അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ഒന്നുകൂടെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3 or 4 times പഠിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആ നെഗറ്റീവ്സൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോഴായിരിക്കും ഓക്കെ നൗ ലെറ്റ്സ് ഇംപ്ലിമെൻറ്റ് ദ പ്രോജക്റ്റ്. അങ്ങനെ ഇംപ്ലിമെൻറ്റ് പ്രോജക്റ്റ് എപ്പോഴും സക്സസ്ഫുൾ സ്റ്റോറി ആയിരിക്കും. അല്ലാതെ ഓക്കെ ഫൈൻ എനിക്ക് വേണമെങ്കിൽ എസ് എന്ന് പറഞ്ഞ് എല്ലാ പ്രോജക്ട്സും വിടാം, കണ്ണടച്ച് വിടാം. പക്ഷേ അതൊന്നും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദ ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് എഫക്റ്റഡ് ഓൺ എ ലോങ് ടേം. അപ്പോൾ ആസ് എ ബോസ് ഇപ്പോഴും ആ ഒരു ഫൈനൽ കോൾ ഞാൻ തന്നെ എടുക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണോ? കാരണം ഞാനത് ചോദിക്കാൻ കാര്യം സിന്തായിട്ടിൻ്റെ ഒരു വലിയ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വളർച്ച കൂടും തോറും എല്ലാ തീരുമാനങ്ങളും അതിലേക്ക് എത്താൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും എല്ലാ കാര്യങ്ങളുടെയും ഫൈനൽ ഒരിക്കലുമില്ല. നമ്മൾ ഡേ ടു ഡേ അഫയേഴ്സ് അവരോട് തന്നെ നോക്കണം. എൻ്റെ പ്രോജക്റ്റ് കംസ്, ഞാൻ പ്രോജക്റ്റ് നേരത്തെ കുറിച്ച് പറഞ്ഞു, എൻ്റെ പ്രോജക്റ്റ് കംസ് ഇൻ ഇറ്റ് ഹാസ് ടു ഡിസ്കസ്ഡ് ഇൻ ദ ബോർഡ്. ഇറ്റ്സ് ദാറ്റ് ടു ഡെലിബറേറ്റ്. നമ്മൾ ബോർഡിൽ ഡിസ്കസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ കാണും. പക്ഷേ ഡിഫറൻസ് ഒപ്പീനിയൻ അതിനെ കാണരുത്. കാരണം എനി മീറ്റിംഗ് ഷുഡ് ബി എ ഡിബേറ്റ്. കാരണം ഡിബേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്. യു വിൽ ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, യു ഗെറ്റ് ലോട്ട് ഓഫ് ആൻസേഴ്സ്. ലെറ്റ്സ് സി. അപ്പോൾ ഇത് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യാൻ ഒരു ടീം ഇരിപ്പുണ്ട്. അപ്പോൾ ആ ടീം അതിൻ്റെ അത് മോണിറ്റർ ചെയ്തുകൊണ്ട് പോകും. ആരൊക്കെ ഏതൊക്കെ കോൺവെർസേഷൻ നടത്തി, എന്തൊക്കെ പറഞ്ഞു, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു മോണിറ്ററിങ്ങിൽ ഡെഫിനറ്റായിട്ടും വിൽ ഗെറ്റ് എ സക്സസ്. അല്ലാതെ ഓൾ ഓഫ് എ സഡൻ ഞാൻ പ്രോജക്ട്സിനെ കുറിച്ച് മാത്രമേ പറയുന്നത്. ഡേ ടു ഡേ അഫയേഴ്സ് ഐ കനോട്ട് ഇന്റർഫിയറിന് അതിന് എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ അത്രയും ചിന്തയായിട്ട് അത്രയും ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റേതായ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പ്രോജക്ട്സിൻ്റെ അകത്തേക്ക് വരുമ്പം നമ്മൾ, കാരണം പ്രോജക്ട്സിലാണല്ലോ ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് വരുന്നത്. ആ സ്പെൻഡിൻ്റെ അകത്ത് നമ്മൾ സക്സസ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ, അതായത് വിജു ജേക്കബിൻ്റെ ബോഡിയിൽ നിന്നൊന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ എന്താ തോന്നുന്നത്? ആസ് എ ബോസ് കുറച്ച് ഫിയർ ബോർഡ് മെമ്പേഴ്സിലാണെങ്കിലും ഉളവാക്കുന്ന ഒരാളാണോ, അതോ എല്ലാവർക്കും എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന? എന്നോട് എന്ത് കാര്യം ആർക്കും തുറന്നു പറയാം, ഇൻക്ലൂഡിങ് എംപ്ലോയീസ്. ആ ഒരു ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ അവർ തുറന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ഡിബേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഡിബേറ്റ് ആവത്തില്ല. അല്ലെങ്കിൽ ഞാനൊരു ഡിക്റ്റേറ്റർഷിപ്പായിട്ട് മാറും. ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യൂ, യു ആർ ഒബേയിങ് ഇറ്റ്. നോ, ഐ ഡോണ്ട് വോണ്ട് ഡിക്റ്റേഷൻസ്. ഞാനിപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളും എൻ്റെ ഓഫീസിൽ, അതായത് ഡേ ടു ഡേ ഓഫീസിൽ തന്നെ എന്തെങ്കിലും എൻ്റെ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും എൻ്റെ മാർക്കറ്റിംഗ് ടീം എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ നേരത്തെ പറയും, വാട്ട് ഈസ് യുവർ തിങ്കിങ്, നിങ്ങളെന്ത് വിചാരിക്കുന്നത് ഞാൻ ചോദിക്കും. കാരണം ബിക്കോസ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. മേ ബി ദ തോട്ട് മേ ബി ഡിഫറെൻറ്റ്. പക്ഷേ വെർ ഇസ് സക്സസ് കംസ് ഇസ് ഇൻ ദാറ്റ്. അതല്ലേ ഇപ്പം ഞാൻ വിജു ജേക്കബ് പറഞ്ഞാലും സ്റ്റാഫ് പറഞ്ഞാലും സക്സസ് കംസ് ഇസ് ഇൻ ദാറ്റ്. ഐഡിയ ആരുടെ ആയാലും. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇറ്റ് കംസ് ഇൻ വൺ പോക്കറ്റ്, അല്ലാതെ പല പോക്കറ്റുകളിലല്ല പോകുന്നത്. ആ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ വലുതാക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഞാൻ തന്നെ മൊത്തം എൻ്റെ കൺട്രോളിൽ പോകണം, ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് നടക്കില്ല. ആ കാലം കഴിഞ്ഞു. അത് വല്ലോ ഈ 10-20 കോടി രൂപയൊക്കെ ടേൺ ഓവർ ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അഡീഷണൽ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുമ്പോഴാണ് ഫാമിലി കമ്പനി ആവുന്നത്. ഈ ഫാമിലി കമ്പനിയിൽ ഭയങ്കര ടഫാണ് ഒരു കാര്യം കൺവിൻസ് ചെയ്യാനും. പിന്നെ ഹു ആർ യു, am I bigger than the other person? ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻസിന് മേ ബി എന്നെക്കാളും കൂടുതലും മേ ബി ദേ മേ ബി ഗുഡ് ഇൻ ടെക്നോളജി ഇൻ ദ സെൻസ് കമ്പ്യൂട്ടറിലൊക്കെ. മറ്റേ ടെക്നോളജിയിലൊന്നും അങ്ങനെ വരാൻ പറ്റില്ല. അത് എക്സ്പീരിയൻസ് തന്നെ വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടറിലൊക്കെ ദേ മേ എക്സൽ ഓൺ മീ. പല കാര്യങ്ങളിലും ഇതിൻ്റെ അകത്തൊക്കെ ദേ മേ ബി നമ്മളൊരിക്കലും അവരെ കൊച്ചാക്കി കാണരുത്. ദേ ആർ ഓൾസോ ഗുഡ് പീപ്പിൾ. ദേ ഹാവ് ടു കം ഇൻ ടു ലൈഫ്. ദേ ഹാവ് ടു. എനിക്ക് ഒറ്റ കാര്യം അവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതായത് ഒന്ന് ഈസി ആയിട്ട് എടുക്കരുത്. ഈ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം എവറിത്തിങ് ദേ ആർ വെരി കാഷ്വൽ ആൻഡ് ഈസി. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് നാളെ ചെയ്യാം. ഈ നാളെ പ്രൊക്കാസ്റ്റിനേഷൻ പറ്റില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം, നാളത്തേക്ക് വെക്കരുത്. ആ ഒരു പിന്നെ ഈ ടൈം തരുന്നത്, ലൈക്ക് ഞാൻ എപ്പോഴും wherever people call me, I am always 1 hour or 45 minutes I am early to the place. It is not because of anything, because 2 things I learned from my father. നമ്മൾ ഒരാളുടെ സമയം കീപ്പ് ചെയ്ത്. ഇപ്പോൾ 10 o'clock സമയം പറഞ്ഞു, എനിക്ക് ഐ ക്യാൻ ഗെറ്റ് ഇൻ ദ ട്രാഫിക്. ഞാൻ ട്രാഫിക്കിൽ പെട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു 45 മിനിറ്റ്സിലോ ഞാനൊരു 10 മിനിറ്റ് ലേറ്റ് ആയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ദേ വിൽ വെയിറ്റ് ഫോർ മീ. ഐ ആം ദ ചീഫ് ഗസ്റ്റ്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ആ പ്രിൻസിപ്പിൾ എനിക്കുണ്ട്. ഇപ്പം ഞാൻ എയർപോർട്ടിൻ്റെ തന്നെ ഉദാഹരണം പറയാം. ഇത് ഈയിടെ ഒരു സ്റ്റേജിൽ താങ്കളുടെ സഹോദരൻ അച്ഛനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു 8:30-ക്കാണ് കമ്പനിയിൽ എത്തേണ്ടത്. എല്ലാ ദിവസവും 8:30-ക്ക് എത്തും. ഒരു ദിവസം 8:45 എത്തിയപ്പം
ഒന്നും പറഞ്ഞില്ല, വാച്ചിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ ആ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ആ ഒരു ദിവസം പോലും അക്ഷന്തവ്യമായ തെറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതെ അതെ, അത് ഫാദർ ഞാൻ കണ്ടുപിടിച്ചാണ് ഈ ടൈം കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്നത് എല്ലാവരും ചോദിക്കും, ഐ എം ദ ഡയറക്ടർ ഓഫ് ദ എയർപോർട്ട് ടുഡേ, അപ്പം എന്തിനാ ഈ 4 hours മുമ്പേ പോകണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ കാരണം അവിടുത്തെ ഒരു സ്റ്റാഫിനും ഒരു പ്രഷർ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ഈസി, ഞാൻ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ള അല്ല, ഞാനവിടെ ചെക്ക് ഇൻ ചെയ്ത് അവിടെ വന്നിരുന്ന് കുറച്ച് നേരം അവിടെ ഇപ്പം നമ്മുടെ എയർപോർട്ടിലേക്ക് വേറെ പലരും നമുക്ക് പരിചയക്കാരെ കാണും, സംസാരിക്കും. അല്ലാതെ എനിക്കല്ലാതെ, കാരണം എൻ്റെ വണ്ടി ഇപ്പോൾ ട്രാഫിക്കിൽ പെടാം, അല്ലെങ്കിൽ ഒരു ടയർ പഞ്ചറാകാം, ഇതൊക്കെ സംഭവിക്കാം. ഐ ക്യാൻ ബി ലേറ്റ് ടു ദ എയർപോർട്ട്. ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസിലൊന്നും സിറ്റുവേഷൻസിലേക്ക് പോകരുത്. കാരണം ബിക്കോസ് യു ആർ മേക്കിംഗ് എൻ അഡീഷണൽ പ്രോബ്ലം ഫോർ ദി എംപ്ലോയീസ് ഇൻ സിയാൽ. സോ വി ഷുഡ് നോട്ട് ഡു ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്. നമ്മൾ സാധാരണക്കാരനെ പോലെ, സാധാരണ ആൾക്കാർ പോകുന്ന പോലെ പോവുക. അപ്പോൾ ഒന്ന് പങ്ക്ച്വാലിറ്റിയാണ്. എന്താണ് രണ്ടാമത്തെ ഫാദറിൽ നിന്ന് പഠിച്ച ഒരു ഇത്? പിന്നെ കണക്ക്. ഐ വാസ് നോട്ട് ഗുഡ് ഇൻ മാത്സ് ആക്ച്വലി, ബട്ട് ഐ ലേൺ കൊമേഴ്സ് അല്ലേ പഠിച്ചത്? കൊമേഴ്സ് ആണെങ്കിലും, പക്ഷേ ഫാദറിൻ്റെ കാൽക്കുലേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇത് ഡെബിറ്റും ക്രെഡിറ്റും മാത്രമല്ല, ഇത് ഹി മൾട്ടിപ്ലൈസ്, ഹി ഡിവൈഡ്സ് ലാക്സ് ആൻഡ് millions in 2 seconds without a calculator. അപ്പോൾ ആ കാൽക്കുലേഷനിൽ ഒരു പരിധി വരെ ഞാൻ പഠിച്ചു. ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് ഉണ്ടാക്കാൻ. ഇപ്പോൾ എൻ്റെ കോസ്റ്റ് അക്കൗണ്ട് മുമ്പ് എൻ്റെ ഡേറ്റ ആളെൻ്റെ മുമ്പിൽ വന്നാൽ പോലും ഞാൻ പറയും, ദിസ് ഇസ് എ പ്രൈസ്. ഞാൻ അങ്ങോട്ട് പറയും, ഈ റോ മെറ്റീരിയൽ പ്രൈസ് മാത്രം കിട്ടിയാൽ മതി, ബാക്കി കോസ്റ്റിംഗ് ഞാൻ വർക്കൗട്ട് ചെയ്യും എൻ്റെ ബ്രെയിനിൽ. അത് ഫാറിനിൽ നിന്ന് പഠിച്ചാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ ആദ്യത്തെ ടഫ് ലേണിംഗ് എക്സസൈസിൽ ഇതൊക്കെ ഒരു പോർഷനായിരുന്നു. അത് പല കോൺവെർസേഷൻസിലും കണ്ടു, 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത്. അതെനിക്കൊരു കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇത്രയും ഷാർപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളിനെ എങ്ങനെയാണ് 2 or 3 hours ഓഫ് സ്ലീപ്പിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നത്? അത് പോസിബിൾ ആണോ? ഞാൻ 20 ഇയേഴ്സോളായി ഞാൻ ഈ ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റെടുത്ത പിന്നെ എൻ്റെ സ്ഥിരം ഫങ്ഷനിങ് അങ്ങനെയാണ്. കാരണം ബിക്കോസ് ഞാനൊരു 11:30 ആകുമ്പോഴേ ഞാൻ കിടക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ചിലപ്പോൾ ഞാൻ ബ്രസീൽ വിളിക്കും, അല്ലെങ്കിൽ US വിളിക്കും, അങ്ങനെ പല ടൈം സോണിലായതുകൊണ്ട് വിളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇപ്പം ചിലതൊക്കെ നോട്ട്സ് വെക്കാനുണ്ടായിരിക്കും, ചിലപ്പോൾ നോട്ട്സ് എഴുതി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഐ സ്ലീപ്പ് അറൗണ്ട് 12:30. 3 o'clock ഞാൻ എണീക്കും. അത് ഇറ്റ്സ് എ കോളിംഗ് ഫ്രം അബവ്. ആൻഡ് ഐ ജസ്റ്റ് സിറ്റ് ആൻഡ് പ്രേ ഫോർ 45 minutes ആൻഡ് ദെൻ ഒരു ചെറിയ നാപ്പ് എടുക്കാൻ നോക്കും. മേ ബി ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:30. ദെൻ ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കും. അങ്ങനെ ഐ ഗോട്ട് മൈ പ്രെയർ ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ചെന്നിട്ട് ഓഫീസിൽ ഞാൻ എൻ്റെ പ്രെയർ ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരെ കാണത്തുള്ളൂ. ഐ ഡോണ്ട് സീ എനിബഡി എൽസ്. കാരണം നമുക്ക് ഞാനെപ്പോഴും ഐ പ്രേ ദാറ്റ് പീപ്പിൾ കമ്മിങ് ഇൻ ടു മൈ റൂം ഷുഡ് ബി ബ്ലെസ്ഡ്, ഗോയിങ് ഔട്ട് ഷുഡ് ബി ബ്ലെസ്ഡ്. അതാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. കാരണം വെച്ചാൽ ബിക്കോസ് നമ്മുടെ വായനൊരു ഒരു ദേഷ്യമാണെങ്കിൽ വന്നാൽ തന്നെയാണെങ്കിലും ഞാനതൊന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാൻ ബിഫോർ സ്റ്റാഫ് പോണേക്കാൾ ഞാൻ തിരിച്ച് ഓഫീസിൽ വിളിച്ചിട്ട് ഐ കൺസോൾ ഹിം ആൻഡ് സെഡ് ദിസ് റീസൺ വൈ ഐ ഷൗട്ടഡ് അറ്റ് യു. പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. കാരണം നമ്മളൊരാളെ ഹേർട്ടാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് വീട്ടിൽ ചെല്ലാൻ നേരത്തെ ചിലപ്പം അദ്ദേഹത്തിൻ്റെ മൂഡ് വളരെ മോശമായിരിക്കും. ഐ ഡോണ്ട് നോ ഹൗ ഹി മേക്സ് ഹിസ് ഫാമിലി ഗുഡ് ദറ്റ് ഡേ. അതൊക്കെ ഞാനതൊക്കെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് പഠിച്ചൊരു ലൈഫിൽ പഠിച്ചൊരു കാര്യം. ഫാറ് വഴക്ക് പഠിച്ചു വിടുമ്പോൾ അത് വീട്ടിലത് നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. മോസ്റ്റ് പ്രോബ്ലിക്കും കൊച്ചു പിള്ളേരെ അടുത്ത് വരാൻ നേരത്ത് യു ഡോണ്ട് ഈവൻ കെയർ ഫോർ. നമ്മുടെ മക്കളാണെന്നുകൊണ്ട് കാര്യമില്ല. വി ഡോണ്ട് കെയർ ബിക്കോസ് നമ്മുടെ മനസ്സ് മുഴുവൻ പ്രയാസത്തിലെല്ലാം കിടക്കുവാണ്. സ്പില്ലാവും. നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ മക്കൾ എന്നോട് പറയും, ഒരിക്കലും ഞാൻ അവരെ കെയർ ചെയ്തിട്ടില്ല. കാരണം ബിക്കോസ് ഈ ഫുൾ ടൈം ട്രാവലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും. ഒരു മാസം ചിലപ്പോൾ ഒരു ആഴ്ചയൊക്കെ ഞാനിവിടെ കാണുമായിരിക്കും ഇന്ത്യയിൽ. ആ കൂട്ടത്തിലാണ് ഞാൻ 2013 ഞാൻ പറഞ്ഞില്ല, എൻ്റെ കംപ്ലീറ്റ് സെയിൽസ് മുഴുവൻ എന്നെ ഏൽപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ഏൽപ്പിച്ചാണ് ഈ ഹോട്ടൽ. അപ്പോൾ ഹോട്ടൽ വാസ് റണ്ണിങ് ഓൺ എ ലോസ്. അന്ന് 48 റൂംസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം 2 ഹോട്ടൽസ് റിവേറ ഉണ്ടായിരുന്നു. റിവേറ നമ്മൾ സോൾഡ് ഔട്ടായി. ഇത് ഞാൻ രണ്ടിൻ്റെ ചുമതല. രണ്ടും എനിക്ക് ഇൻഡസ്ട്രിയെക്കുറിച്ച് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് വലിയ പരിചയമില്ല എനിക്ക്. സോ ഐ വോണ്ട് ടു ലേൺ ഇറ്റ്. ഇപ്പോൾ ബോംബെ ജെ.ഡബ്ല്യു. മാരിറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്ന് ഒരു ദിവസം ഇരുന്ന് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നടത്തുന്നത്, എൻ്റെ ചെറിയ ടിപ്സ് തരാമെന്ന് ചോദിച്ചു. പുള്ളിയുടെ കുറേ നേരം പുള്ളിയോടെ ഇരുന്ന് 2 ദിവസം പുള്ളിയുടെ സ്പെൻഡ് ചെയ്തു. തിരിച്ചിവിടെ വന്ന് ഞാൻ ചാർജ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ മെയിൻ GM എല്ലാ ടീമിനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഫോർ ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി ഇൻ ചാർജ്. സോ എവറി Friday I'll be coming here.
ഓർ അന്ന് ഞാൻ ഒരു വെനസ്ഡേസും ഫ്രൈഡേസും വന്നുകൊണ്ടിരുന്നു. കാരണം കൂടുതലായിട്ടൊന്ന് ഇതിൻ്റെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ അന്ന് നമുക്ക് 48 റൂംസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് 58 റൂംസാക്കി. ഞാൻ ഒരു ഫ്ലോർ മുഴുവൻ മാറ്റി മുഴുവൻ റൂംസാക്കി. ആ ഫ്ലോർ മുഴുവൻ സ്പാ ആയിരുന്നു. ആ സ്പാ മുഴുവൻ പൊളിച്ച് മാറ്റി ഞാൻ കംപ്ലീറ്റ് റൂംസാക്കി. അതായത് 58 റൂംസ് കിട്ടി നമുക്കപ്പം. അത് കഴിഞ്ഞിട്ട് കുഴപ്പം എല്ലാ മാസവും നമ്മൾ ഒരു എമൗണ്ട്, ഞാൻ പറഞ്ഞു ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്, കിട്ടുന്ന ലാഭം മാറ്റി വയ്ക്കാൻ പറഞ്ഞു, റിസോഴ്സിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഇട്ടിട്ട് വി വർ ഗുഡ്, നല്ലൊരു എമൗണ്ട് വന്നുകൊണ്ട സമയത്താണ് കോവിഡ് വരുന്നത്. ഈ കോവിഡ് എല്ലായിടത്തും ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വലിയൊരു ഷട്ട് ഡൗൺ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ സ്റ്റാഫെല്ലാം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുന്നത്? നമുക്ക് ഇപ്പോൾ എല്ലാ ഹോട്ടലിലും അന്വേഷിച്ചപ്പം 50% സാലറി കട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു 50% സാലറി കട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഒരു സാറെ കട്ട് ചെയ്തു, കാരണം ബിക്കോസ് നോബഡി ഈസ് ദർ സോ ദാറ്റ് യു ക്യാൻ കട്ട് എന്ന് പറഞ്ഞു. ഞാൻ 50% സാലറി കട്ട് ചെയ്തു. 2021 ആയപ്പോഴത്തേക്കും എല്ലാം എവറിത്തിങ് കെയിം ഇൻ ടു കോവിഡിൻ്റെ ഒക്കെ മാറി നോർമലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഐ പെയ്ഡ് ബാക്ക് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വെച്ച് ഫുൾ സാലറി പേ ചെയ്ത് തിരിച്ച് പ്ലസ് 20% ബോണസും കൊടുത്തു. സോ യു നോ വൈ ഐ പെയ്ഡ് ദാറ്റ്? പലരും ചോദിക്കുന്ന ചോദ്യം, ഒറ്റ ഹോട്ടലുകാർ തിരിച്ച് കാശ് കൊടുത്തില്ല സ്റ്റാഫിന്. വൈ ഐ പെയ്ഡ് ദാറ്റ് is because I want them to be the owners of the job. ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അവർക്ക് വരാനായിട്ട്. കാരണം ഇത് അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഫ്രൈഡേ വരുന്നുണ്ട്, അല്ലെങ്കിൽ തേഴ്സ്ഡേ വരുന്നുണ്ട് എന്നുള്ള അല്ല എൻ്റെ അത് കാര്യം. റെസ്റ്റ് ഓഫ് ദ ഈ വീക്ക് ഡേയ്സ് ദേ ആർ റണ്ണിങ് ദ പ്ലേസ്. ദേ ക്യാൻ ഓൾസോ മേക്ക് ലോട്ട് ഓഫ് തിങ്സ്. ഒത്തിരി മിസ്റ്റേക്സ് അവർക്ക് ഉണ്ടാക്കാൻ. അവർ കെയർലെസ് ആവുമ്പോഴെങ്കിൽ അല്ലെങ്കിൽ 10 റൂം ഫില്ല് വേറെ ക്രൗൺ പ്ലാസയ്ക്ക് എല്ലാവർക്കും കൊടുക്കാമല്ലോ, ഇഫ് ദേ വോണ്ട് ടു ഡു ഇറ്റ്. ആ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഹാസ് ടു കം ഇൻ. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ ഡിഡ് ദാറ്റ്. മക്കളെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഹോട്ടലിലേക്ക് വന്നത്. അതുകൊണ്ട് മിസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സമയമില്ല വീട്ടിൽ വരാനായിട്ട്. വീട്ടിൽ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോഴത്തേക്കും പിള്ളേർ ഉറങ്ങി കാണും. അവർ കൊച്ചു പിള്ളേരായിരുന്ന സമയത്ത് തന്നെ അവരെ എപ്പോഴും എന്നോട് പറയും, കൊച്ചുമക്കളുടെ അടുത്ത് കളിയുള്ളൂ. ഞങ്ങളുടെ അടുത്ത് അവരുടെ പ്രായത്തിൽ ഞാൻ അവരെ നോക്കിയില്ല. ശരി, ഐ ഡിഡ് നോട്ട്, ഐ റിയലി അഡ്മിറ്റ് ദാറ്റ് ഐ കുഡ് നോട്ട്. ഇനിയിപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഐ മിസ്ഡ് യു. പക്ഷേ ഹൗ മച്ച് ഓഫ് സി.വി. ജേക്കബ് ഡു യു ഹാവ് ഇൻ യു ആസ് എ ഫാദർ? സി.വി. ജേക്കബ് ഒരു ടഫ് ഫാദറായിരുന്നു. അത്രയും ടഫല്ല എൻ്റെ പിള്ളേരോട്. കാരണം എനിക്ക് 2 ഗേൾസ്, 2 പെൺപിള്ളേരാണ്. അതുകൊണ്ട് അറിയാതെ നമ്മൾ സോഫ്റ്റായി പോകും. വ്യത്യാസം ഉണ്ടാവുമായിരുന്നോ? ഒരാൾ മോനായിരുന്നെങ്കിൽ ട്രീറ്റ്മെന്റ് മോനായിരുന്നെങ്കിൽ ഡിഫറൻസ് ഉണ്ട്, കുറച്ചുകൂടെ ടഫായനെ. കാരണം നമ്മുടെ സ്വഭാവം കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു ബിസിനസ്സിലുള്ള ഇൻവോൾവ്മെന്റ്? എങ്ങനെയാണ്? മൂത്ത മോള് ചീഫ് മിനിസ്റ്റർ LLB വിത്ത് റാങ്ക് ഹോൾഡർ, 2nd റാങ്കിൽ പാസ്സായി. I forced her to join സിന്തായിട്ട്. അപ്പോൾ 8 വർഷത്തോളം സിന്തായിൽ ജോയിൻ ചെയ്തു. പിന്നെ പിള്ളേരൊക്കെ ആയപ്പോൾ സബാറ്റിക് ലീവ് എടുത്ത് ഷീസ് കമ്മിങ് ബാക്ക് ഇൻ ഓഗസ്റ്റ്, ജോയിനിങ് ബാക്ക്. രണ്ടാമത്തെ ആൾ ഷീ വാസ് ഓൾസോ ഇൻ സിന്തായിട്ട്, ബട്ട് പിന്നെ രണ്ടാമത്തെ ആൾ ഫാഷൻ ഡിസൈനർ. അപ്പം ഷീയുടെ ബൊട്ടീക്ക് ഹിയർ. അപ്പം പിന്നെ മൂക്കൊരു കുട്ടിയുണ്ടായി. പിന്നെ അത് സമയമില്ല, വരാൻ നിന്നില്ല. ദെൻ ആ ബൊട്ടീക്ക് ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വന്നു. അപ്പം ബോത്ത് ആർ ഗുഡ് ഇൻ ദർ ആക്ടിവിറ്റീസ്. വെരി പവർഫുൾ വുമൻ, ബോത്ത് ഓഫ് ദം. കമാൻഡിങ് ആണ്. ഇപ്പം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടക്കുവാണ്. അതൊരു അങ്ങനെ ഒരു സ്ട്രോങ് ആഗ്രഹം താങ്കൾക്കുണ്ടോ? അതായത് അവരിൽ ആരെങ്കിലും ഒരു ലീഡർഷിപ്പ് ഇതിലേക്ക് വരണം? തീർച്ചയായിട്ടും. കാരണം എൻ്റെ മൂത്ത മോള് 2 പേരും ഈക്വലി ഗുഡാണ്. അഡ്മിനിസ്ട്രേറ്റീവിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആലോചിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള 2 പിള്ളേരാണ്. ദാറ്റ്സ് ഗോഡ്സ് ഗ്രേസ്. കാരിങ് ടു ഡിസിപ്ലിൻ. എൻ്റെ വൈഫിന് ക്രെഡിറ്റ് വേണം കൊടുക്കണം. കാരണം ഷീ ലുക്ക്ഡ് ആഫ്റ്റർ ഹർ. എൻ്റെ ആബ്സെൻ്റ് ആവുന്ന സമയത്ത് മുഴുവൻ ഒരു സ്പിരിച്വൽ ലൈനിൽ ലീഡ് ചെയ്ത പിള്ളേരെ. പിന്നെ എൻ്റെയും കൂടെ ഷീ വാസ് എ ബ്ലെസ്സിങ് ഫോർ മീ ഓൾസോ, മൈ വൈഫ്. കാരണം ഈ ട്രാവലിലൊക്കെ ഒരു സ്പാർക്ക് പോലും തൊടാതെ നമ്മൾ തിരിച്ചു വരുന്നുണ്ടല്ലോ ഓരോ ട്രിപ്പും. അതും ആരെങ്കിലും പുള്ളിക്കാരുടെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. കാരണം വെനെവർ ഐ ഗോ ഷീ ഓൾവേസ്, ഐ നോ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് ഇൻ ആൻ ഈസ്. ബിക്കോസ് ഒരു സക്സസ് സ്റ്റോറി എപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പം വുമൺ ഇസ് ബിഹൈൻഡ് സക്സസ് ഓഫ് എ മാൻ എന്ന് പറയുന്ന പോലെ ആയിരുന്നു എൻ്റെ വൈഫ്. കാരണം ആണ് എൻ്റെ വൈഫ്. കാരണം ബിക്കോസ് എപ്പോഴും എന്തെങ്കിലും ബിസിനസ്സിന് പോയാൽ തന്നെയാണെങ്കിലും വരുമ്പോൾ ചോദിക്കും ഇങ്ങനെ കിട്ടിയോ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്നു. അപ്പം മീറ്റിംഗ് വാസ് ഡൺ ഇൻ മൈ ഓഫീസ്.
എൻ്റെ ഓഫീസിൽ ഒത്തിരി ബൈബിളിൽ നിന്നുള്ള ഒത്തിരി കോട്ട്സ് വേഴ്സസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും ടോപ്പിലുള്ള CEO വന്നിട്ട് പുള്ളി വായിച്ചു പുള്ളി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എനിക്കറിയാം പുള്ളി വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, ആർ യു കാത്തലിക് എന്ന് ചോദിച്ചു. നമ്മുടെ കാത്തലിക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. ഐ എം എ ക്രിസ്ത്യൻ. സോ he was very fond of me because he had never seen ഒരാളുടെ ഒരു സീനിയർ ഒരാളുടെ ഓഫീസിൽ ഇതുപോലെ ഒന്നും എഴുതി വയ്ക്കുന്നത് എൻ്റെ ഒരു ഫെയ്ത്തിനെ കുറിച്ച് വളരെ ഓപ്പണായിട്ട് പറയുന്നത്. അപ്പം ഞാൻ ബിഷപ്പിൻ്റെ വല്ലവരുടെ ഓഫീസിലാണെങ്കിൽ മനസ്സിലാക്കാനൊക്കെ എഴുതി വയ്ക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് കഴിയുമ്പോൾ you know what happened? He gave me 1,000 tons of turmeric powder. അപ്പോൾ ഇതൊന്നും നമ്മുടെ മെടുക്കൊന്നുമല്ല, ഇത് ബേബി ഒരു സെയിൽസ് പിച്ച് നടത്തിയില്ല. അദ്ദേഹം ഇത് മേടിക്കാനാണ് വന്നേക്കണമെന്ന് എനിക്കറിയാം. he said he will take the full product from that factory. ഇരിക്കുന്ന സ്റ്റോക്ക് അല്ല, അവിടെ പ്രോസസ്സ് ചെയ്തോളാം. നിങ്ങൾ സ്പ്രിൻല എന്ന് പറഞ്ഞ കളറ് നിങ്ങൾ പ്രോസസ്സ് ചെയ്തോ, വിൽ ടേക്ക് ദ എൻ്റർ മെറ്റീരിയൽ. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കളയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ആ ഫാക്ടറി. അപ്പം സി വാട്ട് ഇസ് ഹാപ്പനിങ്. ഇത് മാരിഗോൾഡിന് സംഭവിച്ച പോലെ മറ്റൊരു നിമിത്തം, വേറൊരു നിമിത്തം. പക്ഷേ ഇത് എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. ഇപ്പം എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. പക്ഷേ എനിക്കൊന്നുമല്ല അദ്ദേഹത്തിന് മനസ്സിലായെന്ന്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിയാം വേർ ഇറ്റ് കെയിം ഫ്രം. കാരണം അല്ലാതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വന്ന് ഇവിടെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ടല്ലോ കേരളത്തിൽ. വേറെ എൻ്റെ തൊട്ട് മുമ്പിലുണ്ട് ഞങ്ങളുടെ കോമ്പറ്റീഷൻ. അവരുടെ അടുത്ത് വരാറുന്നല്ലോ, പോയില്ലല്ലോ. അപ്പം നമ്മുടെ അടുത്ത് എന്തുകൊണ്ട് വന്നു? അത് നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കില്ല. വൈ ദേ കെയിം. അവരുടെ ഫുൾ ടീമായിട്ടാണ് വന്നത് ഫോർ അസസ്മെൻറ്റ്, പ്ലാന്റ് അസസ്മെൻറ്റ്, പ്രൊഡക്ഷൻ അസസ്മെൻറ്റ് എല്ലാത്തിനുമായിട്ട്. ദ റെഡി ടു മേക്ക് എ MOU വിത്ത് അസ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ ആ ഒരു ഞാൻ എപ്പോഴും എൻ്റെ ഫെയ്ത്ത് ലെവലിലാണ് അതിനെ കാണത്തുള്ളൂ. നമ്മുടെ മിടുക്കായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന കോസ്റ്റിനേക്കാൾ ഒരു $10 കുറച്ച് എൻ്റെ കോമ്പറ്റീഷൻ കൊടുത്താൽ പുള്ളി അവിടെ പോവില്ലേ? ഷീ ഡിഡ് നോട്ട് ഗോ ടു മൈ കോമ്പറ്റീഷൻ, ജസ്റ്റ് കെയിം ഓൺലി ടു സിന്തൈറ്റ്. ഈ ഫെയ്ത്തിൽ ഇത്രയും സ്ട്രോങ്ലി റൂട്ടഡ് ആയതുകൊണ്ടാണോ ഇൻറ്റ്യൂട്ടീവായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്? അതായത് ഇൻറ്റ്യൂഷനെയാണ് പിന്തുടരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ? അതായത് ഞാൻ തീരുമാനിച്ചാൽ മതി കാര്യങ്ങൾ 100% വരും. 100%. ആ ഫെയ്ത്തിലാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഒരു 100% ഞാൻ ഫെയ്ത്തിലാണ് മൂവ് ചെയ്യുന്നത്. അത് സംശയം വേണ്ട. ഇപ്പോൾ മുമ്പേ പ്രോജക്റ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിസിനസ് കേസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഇൻറ്റ്യൂഷൻ്റെയും ഈ ഡേറ്റ, ഈ ഒരു P&L കണക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവില്ല, എത്ര നാളിൽ ഇത് ബിസിനസ് ലാഭമാവും എന്നൊക്കെ അവർ കൊണ്ടുവരുന്നൊരു പ്രൊജക്ഷൻ, അതിൻ്റെയും ഈ ഇൻറ്റ്യൂഷൻ്റെയും കൂടി ഒരു ബാലൻസ്, ആ ഒരു തീരുമാനം, അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ പ്രോജക്റ്റ് കൊണ്ടുവരാൻ നേരത്തെ എന്ത് പ്രോഡക്റ്റ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെപ്പർ പ്രോജക്റ്റ് കൊണ്ടുവന്നു. നമ്മളിപ്പോൾ ഒരു 2000 ടൺ പെപ്പർ എക്സ്ട്രാക്ട് ഉണ്ടാക്കാനായിട്ടുള്ള പ്രോജക്റ്റാണെന്ന് വെച്ചോ. പ്രോജക്റ്റ് കൊണ്ടുവന്ന് എല്ലാം ഡിസ്പ്ലേ ചെയ്തു. ഈ 2000 ടൺ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ കിട്ടണ്ടേ? ഈ പ്രോജക്റ്റ് ടീം അത് പഠിച്ചിട്ടുണ്ടാവില്ല. പ്രോജക്റ്റ് എവിടുന്ന് ഇത്രയും ഉണ്ടെങ്കിലല്ലേ ഈ 2000 ടൺ ഒലിവ്സിന് എക്സ്ട്രാക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മിക്കവരും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ആ സമയത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ പെപ്പറിൻ്റെ വിയറ്റ്നാം പെപ്പറിൻ്റെ വില $2 ആയിരുന്നു, ഇപ്പോൾ $8. ഈ വേരിയേഷൻ വരുമ്പോഴത്തേക്കും പ്രോജക്റ്റ് ഫെയിലായി. ഇപ്പോൾ ഈ പറഞ്ഞ IRR ഒന്നും കിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊരു ഇൻറ്റ്യൂഷനിൽ കൂടെ കിട്ടത്തുള്ളൂ. അത് നമുക്ക് എത്രമാത്രം റോ മെറ്റീരിയൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേപ്പർ ഉണ്ടാക്കേണ്ടിരുന്നത്. ഇപ്പോൾ വിയറ്റ്നാം 250,000 മെട്രിക് ടൺസ് ഉണ്ടാക്കുന്നത്. Indonesia is making about 70,000 metric tons. Sri Lanka is making 35,000 metric tons. India is making just 60,000 metric tons. But where are we? We are nowhere. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പെപ്പറേ മേടിക്കുന്നില്ലല്ലോ. ഞങ്ങളെല്ലാം ഇമ്പോർട്ട് വരില്ല, റീ എക്സ്പോർട്ട് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെയാണോ ഈ കൺട്രീസിലൊക്കെ പ്ലാന്റ് തുടങ്ങാനുള്ള? അവിടെ ഞങ്ങളുടെ പർച്ചേസ് ലൊക്കേഷൻസ് വിയറ്റ്നാമിലും ശ്രീലങ്കയിലും ഉണ്ട്. ആസ് അവർ ഓൺ എൻറ്റിറ്റി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ബാലൻസ് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എക്സ്പീരിയൻസും ഇൻറ്റ്യൂഷനും കൂടെ ഒരുമിച്ച് അങ്ങ് പ്രവർത്തിക്കുകയാണ് ഇൻ ടാൻഡം. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഇരിക്കാൻ പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്യും അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് എക്സ്പീരിയൻസ് കൂടെ അല്ല വേറെ ഒന്നും. കാരണം എൻ്റെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ട് എൻ്റെ അകത്ത്. അത് 100% ആണത്. അത് സംശയമില്ല എൻ്റെ അകത്ത്. കാരണം അത് ഞാൻ പലപ്പോഴും പലരോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് വിജു അങ്ങനെ ചെയ്തേക്കെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അല്ല, ചെയ്തേക്കെന്ന് വെച്ച് ഞാൻ ചെയ്തു എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അതിനൊരു
ഒരു മാത്തമാറ്റിക്സോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും എനിക്ക് പറയാൻ ചിലപ്പോൾ എനിക്കുണ്ട്. എൻ്റെ കാൽക്കുലേഷൻ അല്ല ഒരു കാൽക്കുലേഷൻ എൻ്റെ അടുത്ത് ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എനിക്കറിയാം പ്രോഡക്റ്റിൻ്റെ വില എനിക്കറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ഫ്ലക്ച്വേഷൻസ് ഒന്നും അറിയത്തില്ലായിരിക്കും, പറ്റില്ല. ഞാനൊരു ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞങ്ങൾ ഈ പാപ്രിക്ക കളർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 5 years ബാക്ക് 700 മെട്രിക് ടൺസ് ആണ് നമ്മുടെ ടോട്ടൽ വിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് സിന്തൈറ്റിൻ്റെ. അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അത്രേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ പുറത്തെ കോമ്പറ്റീഷനൊക്കെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേ അറ്റം പോയി ഒരു 4,000 ടൺസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ കാൽക്കുലേഷൻ മാർക്കറ്റ്. അല്ല 700 ടൺസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്ന് ഒരു ടീം ഇവിടെ വന്നു. വി ഹാഡ് എ 1-to-1 കോൺവെർസേഷൻ. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വന്ന് ഞാൻ പറഞ്ഞു ഈ പാപ്രിക്ക കളറ് പുള്ളിക്കാരി എനിക്കൊരു റേറ്റ് ഓഫർ ചെയ്തു. ഷീ ഓഫേർഡ് ഗുഡ് റേറ്റ്. നമ്മളെക്കാളും ഒരു $1.5 കുറച്ച് ഓഫർ ചെയ്തു എനിക്ക്. ഞാനൊന്നും ആലോചിച്ചില്ല, ഞാനൊരു 2,500 ടൺസ് ഞാൻ മേടിച്ചു. നമ്മുടെ അടുത്ത് 700 ടണ്ണുണ്ട്, ബാക്കി ഞാൻ 2,500 ടൺസ് പുള്ളിക്കാരുടെ അടുത്ത് മേടിച്ചു. ആ മുഴുവൻ ക്വാണ്ടിറ്റിയും വിറ്റു, ഈ 700 ടണ്ണും വിറ്റു. അപ്പോൾ മനസ്സിലായി നമുക്ക് തന്നെ ഈ ക്വാണ്ടിറ്റി വിൽക്കാൻ പറ്റുമെന്ന്. പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഐ ബോട്ട് ഇറ്റ് ജസ്റ്റ് ബിക്കോസ് വിത്ത് ഇൻഡ്യൂഷൻ. ഒരു കാൽക്കുലേഷനല്ല ഞാൻ മേടിച്ചത്. ദാറ്റ് ഇയർ അല്ലെങ്കിൽ ഇന്നത്തെ ഈ 4,000 crores എന്നുള്ള ടേൺ ഓവർ ഒന്നും ഉണ്ടാവില്ലായിരുന്നു സിന്തൈറ്റിന്. പിന്നെ എനിക്ക് അതൊരു കോൺഫിഡൻസും കൂടെയാണ്. ഇത്രയും നാള് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്യുക, ബാക്കി നമുക്ക് നോക്കാം, ചെയ്യാം. ആ എക്സ്പീരിയൻസ്, അതൊരു കോൺഫിഡൻസ് ലെവലും എക്സ്പീരിയൻസുമാണ് നമ്മളെ അത് മേടിക്കാനുള്ള ധൈര്യം തരുന്നത്. എനിക്ക് ആ ഫാമിലി മാനേജ് ബിസിനസ്സിലേക്ക് ഒന്ന് തിരികെ വരികയാണ്. അതായത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് വലിയ ക്യൂരിയോസിറ്റി ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഒരു സക്സഷൻ പ്ലാൻ എപ്പോഴും സിന്തൈറ്റ് പോലെയുള്ള ഒരു കമ്പനിയുടെ കാര്യത്തിൽ എപ്പോഴും ഉണ്ടോ? അത് ഉരുത്തിരിയാം, ഇവോൾവ് ചെയ്യാം, പക്ഷെ അറ്റ് എനി പോയിന്റ് അങ്ങനെ ഒരു സക്സഷൻ പ്ലാൻ ഉണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും. കാരണം സക്സഷൻ പ്ലാൻ ഇല്ലാതെ മുന്നോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡാമേജ് ഓർഗനൈസേഷൻ. കാരണം ഹൂം ടു റിപ്പോർട്ട്, ഹൗ ടു റിപ്പോർട്ട്, ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ 7 വർഷം I was a managing director. ഞാൻ 7th year I myself said my brother to become the managing director, and I made him the managing director, and I became the executive chairman of the company. അത് ആ ഒരു ട്രാൻസിഷൻ ഞാൻ ചെയ്തില്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ മാനേജർ ആയിട്ട് ഇരിക്കും. എനിക്ക് ഈ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വെൻ യു സിറ്റ് ഇൻ ദ ടോപ്പ് ലെവലിൽ ഇരിക്കുമ്പം, അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരും. ഇപ്പം എൻ്റെ ബ്രദറിന് അത്രയും ടെൻഷനൊന്നുമില്ല, ബിക്കോസ് ഐ എം ദെയർ. പക്ഷേ ഹി നോസ് ദാറ്റ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ഉണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. മാത്രമല്ല ഈസ് ഓൾസോ ഗുഡ്, ഈസ് ഓ കേപ്പബിൾ എനഫ് ടു മാനേജ് ഹിസ് തിങ്സ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു സഹോദരൻ ബ്രദർ മുകളിലിരിക്കുന്നുള്ളൊരു സ്ട്രെങ്ത് പുള്ളിക്ക് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഈസ് ഹാപ്പി ആൻഡ് വി ആർ ഡൂയിങ് വെരി ഗുഡ്, എക്സ്ട്രീംലി ഗുഡ് നൗ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു ലേമൻ അത് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളൊരു പുറത്തുനിന്നൊരു കൺസൾട്ടൻറ്റിനെ വെച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഞങ്ങളൊരു 10-15 വർഷം മുമ്പ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ 3 വർഷം കൊണ്ടും മാറണം. കാരണം ബിക്കോസ് ഇത് ഇയർ ഓൺ ഇയർ ചെല്ലുമ്പോഴത്തേക്കും ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇൻഡസ്ട്രി തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഫൈൽ കുറച്ച് മാറ്റാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ചെറിയ ഡ്രോബാക്സ് നമ്മൾ ഫേസ് ചെയ്തു. കാരണം ചിലവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തില്ല. ഇപ്പം ഫസ്റ്റ് 5 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നവരിൽ ഒരാൾ മാറിയപ്പോൾ അയാളുടെ മോൻ വന്നു. മാറിയാലേ മോൻ എടുക്കാവുള്ളൂ എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നു. അത് തെറ്റാണ്. കാരണം വെച്ചാൽ മക്കൾ കൂടെ വന്നിരുമ്പം ഏറ്റവും ബെസ്റ്റ് പഠിപ്പിക്കാൻ പറ്റുന്ന അവരവരുടെ ഫാദേഴ്സാണ്. ബെറ്റർ ദൻ എന്നോട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ അത്ര വലിയൊരു ടീച്ചറല്ല. ബിക്കോസ് എൻ്റെ കുറച്ച് ടഫ്നെസ് ഉള്ളതുകൊണ്ടാണ് ടീച്ചറാകാൻ പറ്റാത്തത് പലപ്പോഴും. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ബിക്കോസ് എനിക്കറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് ഐ എം വെരി സ്മൂത്ത് എനഫ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് ഹൗ യു ഹാവ് ടു ഡു ഇറ്റ് എന്ന് പഠിപ്പിക്കാൻ പറ്റും. ഈ പാരൻസ്, ഈ അപ്പൻ വരുമ്പോൾ അപ്പൻ റിട്ടയർ ചെയ്യുമ്പോഴാണ് മോൻ കയറുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ 3 പേര് വന്നിരിക്കുന്നത്, 3 യങ്സ്റ്റേഴ്സ് വന്നിരിക്കുന്നത്, അവരുടെ ഫാദേഴ്സ് സിന്തയിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. എൻ്റെ രണ്ട് ബ്രദർ ലോസ്, എൻ്റെ കസിൻ, അവരുടെ മക്കളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ വരാനുള്ള കാരണം അവർ റിട്ടയർ ചെയ്തുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ ആവരുത്. ബിക്കോസ് അത് റോങ് ഫിലോസഫിയാണ്. കാരണം എപ്പോഴും നമ്മുടെ ഫാദർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആൾ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ ദ ന്യൂ ജനറേഷൻ ടു ട്രാൻസിഷൻ വിൽ ബി വെരി ഈസി. ഇപ്പം
അത് ഇപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് പോളിസി ഉണ്ട്. പക്ഷേ റിട്ടയർമെൻറ്റ് പോളിസിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 75 ഇയേഴ്സൊക്കെയാണ് റിട്ടയർമെൻറ്റ്. കാരണം ഇഫ് യു വോണ്ട് ടു റിട്ടയർ അറ്റ് 75 യു ക്യാൻ റിട്ടയർ. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു റിട്ടയർ യു ക്യാൻ കണ്ടിന്യൂ. അപ്പം എനിക്കറിയാവുന്ന ഒത്തിരി സിഒമാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്, 72, 75. അപ്പോൾ എന്നോട് പറയും, എന്നോട് എപ്പോഴും പറയുന്നവർ ഡോണ്ട് റിട്ടയർ അറ്റ് എനി ഏജ്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് ഐ വിൽ നോട്ട് റിട്ടയർ ഫ്രം സിന്തായിട്ട്. കാരണം എന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ അതായിരുന്നു, ചോദിക്കാൻ വരികയായിരുന്നു, അങ്ങനെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ടോ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെ. എനിക്ക് സിന്തായിട്ടാണ് എൻ്റെ കംപ്ലീറ്റ് മൈ ഹെൽത്ത് ആൻഡ് ജീവവായു. അതെ, അതിൽ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് രാവിലെ 8 മണിക്ക് എന്തിനാ ഓഫീസിൽ തന്നെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ നമ്മുടെ സിസ്റ്റം അങ്ങനെയായി. സിസ്റ്റം അതായത് എൻ്റെ ഉള്ളിൽ 8 മണിക്ക് ചെന്നില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണ്. കാരണം അത് സിസ്റ്റമായിട്ട് അങ്ങ് കിടക്കുവാണ്. പിന്നെ സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം വേസ്റ്റ് ചെയ്യുന്നതോറും നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ നഷ്ടം വരും നമ്മുടെ ജീവിതത്തിൽ. അത് ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ തന്നെ നഷ്ടം വരും നമ്മൾ മാറ്റി വയ്ക്കും തോറും. അപ്പോൾ സിന്തായിറ്റിൻ്റെ ആ ഒരു വിഷൻ, ആ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ESGക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സമയമാണ്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ദെർ ഇസ് നോ പ്ലാനറ്റ് ബി. അപ്പോൾ സിന്തായിറ്റ് പ്രത്യേകിച്ച് ഭൂമിയുമായി വളരെ അടുത്ത് ഇടവഴി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു വിഷൻ തലപ്പത്തിരിക്കുന്നത്? നമ്മൾ ESG ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബട്ട് 1.5 years ആയപ്പം ഇറ്റ്സ് സ്മൂത്ത്ലി റണ്ണിങ് ആൻഡ് വി ആർ സപ്പോർട്ടിങ് ദ ഫാമേഴ്സ്. ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ CSR മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ഓൾ ഓവർ വെറെവർ വി ഗോട്ട് ഫാക്ടറി അവിടെയൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് നമ്മൾ CSR സ്റ്റാർട്ട് ചെയ്തു. അവർ ESG നമ്മൾ കറക്റ്റ് ESG പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കാർബൺ ഫുട് പ്രിൻറ്റ്. ഇപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ ഫാക്ടറീസ് അബൌട്ട് 45% സോളാർ പവർഡ് കമ്പനിയായി. അങ്ങനെ പതുക്കെ നമ്മൾ ഓരോ ഡിവിഷൻസും കൊണ്ടുവരാണ്. ഇപ്പോൾ നൗ ഐ വോണ്ട് ടു മേക്ക് ഹോട്ടൽ ആസ് എ കംപ്ലീറ്റ് സോളാർ പവർഡ് സിയാൽ പോലെ സോളാർ പവർഡ് ആക്കാൻ ഞാനിപ്പോൾ അവിടെ ചെയ്യാൻ പോവുക. ഇങ്ങനെ അത് ESGയുടെ കംപ്ലീറ്റ് സംഗതികൾ നമ്മൾ ചെയ്ത് ഓൾമോസ്റ്റ് 60 to 70% വരെ നമ്മൾ. കാരണം ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ESG, നിങ്ങൾ എന്തൊക്കെ ചെയ്തു ESGയിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കാനുള്ള ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്യുന്ന വേസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബോയിലർ ഫയർ ചെയ്ത് അതിൻ്റെ സ്റ്റീം ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ വി ആർ അണ്ടർ ദ ESG റിപ്പോർട്ടിംഗ് ചെയ്യുന്നുണ്ട്. വി ഹാവ് എ ടീം. അതിനുവേണ്ടി ടീം ഉണ്ടാക്കിയിട്ട് നമ്മൾ. ഇനി കുറച്ച് അൺറിലേറ്റഡ് ആണെങ്കിലും മാർക്കറ്റിംഗ് ഗുരു എന്നുള്ള ഒരു പേര് ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിച്ചൺ ട്രഷേഴ്സിനെ പറ്റിയാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഈ സിന്തായിറ്റിൻ്റെ കൂടുതൽ പ്രോഡക്ട്സും ഒരു B2B മോഡലിൽ പോകുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്കാണ് സെല് ചെയ്യുന്നത്. പക്ഷേ കിച്ചൺ ട്രഷേഴ്സ് ആണ് ഒരു ഡയറക്റ്റ് ടു കസ്റ്റമറായിട്ട് ഉള്ളൊരു ബ്രാൻഡ്. അതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഗ്രൂപ്പിലൊരു സപ്ലിമെന്റ്സ്? ഓക്കെ. അപ്പോൾ ഈ മഞ്ജു വാര്യർ എന്നുള്ള ഫേസ്, ആ ഒരു മാർക്കറ്റിംഗ്, ആ ഒരു ബ്രാൻഡിങ് ഡിസിഷൻ, അത് ആരുടെ ആയിരുന്നു? അത് ബിക്കോസ് പുള്ളിക്കാരി ചെയ്ത പോലെ ബ്രാൻഡിങ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എടുത്തത്. മാത്രമല്ല ഷീ ഈസ് എ വെരി സോഫ്റ്റ് ലേഡി ടു വർക്ക് വിത്ത്. അപ്പം ഞാൻ ആ സെക്ഷൻ നോക്കുന്ന അല്ലെങ്കിൽ ആ ഡിവിഷൻ നോക്കുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് പുള്ളിക്കാരൻ. ഞങ്ങൾ ഇവിടെ എൻ്റെ ബോർഡിൽ ഡിസ്കസ് ചെയ്തു. എന്നിട്ടാണ് മഞ്ജു വാര്യർ നമ്മൾ ഇത് ചെയ്തത്. ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം, മഞ്ജു വാര്യർ ഒരുപാട് ബ്രാൻഡ് അസോസിയേഷൻസ് ചെയ്യുന്ന ആളാണ്. എന്നിരിക്കലും മഞ്ജു വാര്യർ ഒരു ബ്രാൻഡ് എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കിച്ചൺ ട്രഷേഴ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പരസ്യചിത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണോ അതോ അതിനകത്തൊക്കെ? ഒരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുക. കാരണം നമുക്ക് എല്ലാത്തിലും അത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടെയും ഒരു വേറെ ടൈപ്പ് ഓഫ് വിഷൻ വേണം, ഒരു ഐഡിയാസ് വേണം, ക്രിയേഷൻ വേണം. അപ്പോൾ അതൊക്കെ വേറൊരു ടീമുണ്ട് അതിന് തന്നെ. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം B2B നിന്ന് B2Cയിലേക്ക് വരുമ്പം ഭയങ്കര ട്രാൻസിഷനാണ്, വേറെ ബോൾ ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ 1987 ഞാൻ സ്പൈസ് പൗഡർ ചെയ്തതാണ്. ഹോൾ സ്പൈസ് പൗഡറും പാക്കറ്റിലാക്കി സീൽ ചെയ്ത് ഞാൻ ആ ലോക്കൽ ഏരിയയിൽ കൊടുക്കുമായിരുന്നു. ഈ ഞങ്ങളുടെ ഫാക്ടറിയുടെ അടുത്തുള്ള കോലഞ്ചേരി തന്നെ കടകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു, ഒരു വാനൊക്കെ ഇട്ട്. അന്ന് എൻ്റെ ഫാദർ പറഞ്ഞ് ഈ കമോൺ, ഇത് നീ ചെയ്താൽ പറ്റില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് എന്നെ കണ്ടത് അടപ്പിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ ഈസ്റ്റേൺ കറി പൗഡറിനേക്കാളും മുമ്പ് ഞങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങിയേനെ. പക്ഷെ അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം ബിക്കോസ് അതൊരു പ്രൊഫഷണൽ വേ അല്ല നമ്മൾ ചെയ്ത്. കാരണം അന്ന് സ്കെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അന്ന് അങ്ങനത്തെ ഒരു ആൾക്കാരെ കിട്ടാനില്ല. ഇന്നിപ്പോൾ എല്ലാ ആൾക്കാരെ പാക്കേജിങ്ങിൻ്റെ ഡിഫറൻസ് വേറെ ടോട്ടൽ 100% ടേൺ അറൗണ്ട് അല്ലേ ചെയ്തേക്കുന്നത്.
മാർക്കറ്റിങ്ങിൽ എസ്പെഷ്യലി B2C അതെ. അതിൻ്റെ പാക്കിങ് എന്ത് ക്ലാസ് പാക്കിങ്സാണ് വരുന്നത്. അപ്പം ക്ലാസ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. മെഷീനറീസ്, ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് കിട്ടാൻ തുടങ്ങി. അന്നൊന്നും അങ്ങനെയൊന്നും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് കിട്ടാനില്ല. എന്തെങ്കിലും പൊടിച്ച് സാധാരണ മില്ലിൽ പൊടിച്ചിട്ട് കൊടുക്കുന്ന അതേ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ട്രാൻസിഷൻ എന്ന് പറയാൻ പറ്റില്ല, B2B യിൽ നിന്ന് B2C കൂടെ കടക്കാം എന്നുള്ളൊരു ഡിസിഷൻ ഒരു വലിയ ബിസിനസ് ഡിസിഷൻ ആയിരുന്നു, അതോ സ്വാഭാവികമായി ഇറ്റ് വാസ് എ ബിഗ് ഡിസിഷൻ. കാരണം വെച്ചാൽ ബിക്കോസ് നമുക്ക് അറിയാമുള്ള സബ്ജക്റ്റാണ് B2C. B2C is a difficult subject also. You cannot make profit in couple of years. ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും എന്തിനാ റൺ ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോവും ആ ലെവലിലേക്ക്. കാരണം നമ്മൾ ഗ്രോ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതും ബുദ്ധിമുട്ടാണ്, ഗ്രോ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് സ്കെയിലപ്പിൽ കൊണ്ടുവരാനും പുതിയ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കണം. ഞാനിപ്പോൾ ഇന്നോവേഷനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഞാൻ പറയുന്നത് three things in an industry should be like creativity, technology and innovation. It's very important. ഈ ക്രിയേറ്റിവിറ്റി ഇല്ലാതെ പിന്നെ ടെക്നോളജി ഇല്ലാതെ ഒന്നും ഇന്നോവേഷൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. വേൾഡ് ഈസ് ആസ്കിങ് ഫോർ ഇറ്റ്. B2B സ്പേസിൽ നിന്നിരുന്ന ഒരു കമ്പനി, നൗ ദാറ്റ് യു മെയ്ഡ് എ ഫോറേ ഇൻ ടു ദിസ്, ഒരു ആസ് എ ബ്രാൻഡ്, ആസ് എ കമ്പനി കൂടുതൽ വിസിബിലിറ്റി നേടാൻ ഈ B2C കൊണ്ട് സാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നത്. സിന്താറ്റിൻ്റെ ബ്രാൻഡിനെ പുറത്ത് വന്നതിൻ്റെ മെയിൻ കാരണം, അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു സെല്ലിൽ ഇരിക്കുകയായിരുന്നു. കാരണം ഞങ്ങളെപ്പറ്റി സിന്താറ്റിനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഈ കിച്ചൺ ഡിഷസ് ആയിരുന്നു ഒരു കാരണക്കാരൻ ഇതിലേക്ക് വരാനുണ്ട്. പിന്നെ റമദ റിസോർട്ട്സും വേറൊരു വശമായി. പക്ഷേ ഇതൊക്കെ ലേറ്റർ ഓൺ റമദ സിന്താറ്റിനെയാണെന്നൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പോഴും പലർക്കും അറിയാമുള്ള റമദ സിന്താറ്റിനെയാണ്. പക്ഷേ കിച്ചൺ ഡിഷസാണ് ശരിക്കും പറഞ്ഞ ഒരു ടേൺ അറൗണ്ട് ചെയ്തത്, സിന്താറ്റിനെ എക്സ്പോസ് ചെയ്തത്. ഇപ്പോൾ ഒരു IPO പോലെയൊക്കെയുള്ള ഒരു സ്കെയിലിംഗ് അപ്പ്, ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു ക്രൂഷ്യൽ കാര്യം തന്നെയാണ് അതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അടുത്ത ചോദ്യം. 2025-ലോ 2026-ലോ ഒക്കെ ഒരു IPO നടന്നേക്കാമെന്ന് നേരത്തെ കേട്ടിരുന്നു. അപ്പോൾ അതിനൊരു ഡിലേ ഉണ്ടായിട്ടുണ്ടോ? ഡിലേ ആയിട്ടില്ല. വി ആർ വർക്കിംഗ് ടുവേർഡ്സ്. നമ്മൾ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. അത് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, ചിലത് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കൺസൾട്ടൻസിനെ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു IPO ചെയ്യുന്നതിനൊരു കാരണം വേണം, അല്ലാതെ വെറുതെ എല്ലാവരും ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ എടുത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായൊരു പേർപ്പസോടെ വേണം ഒരു IPOയിലേക്ക് പോകാൻ. അങ്ങനെ ഒരു പേർപ്പസ് സത്യത്തിൽ ഇപ്പോൾ സിന്തൈറ്റിനുണ്ടോ? ഞാനിത് ചോദിക്കുന്നതിൻ്റെ റീസൺ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വെന്യൂവിൽ കേട്ടു, അതായത് ദർ ഇസ് എ ലോട്ട് ഓഫ് മണി വിത്തിൻ ദ ബിസിനസ് ഓൾറെഡി. അതായത് നിങ്ങളുണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് തന്നെ ആവശ്യത്തിന് പൈസ ഉണ്ട്, അപ്പോൾ ഇനി പുറത്തുനിന്ന് പൈസ എടുക്കേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെയുണ്ടോ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ദാറ്റ് യു ആർ ആസ്കിങ് മീ. കാരണം വെച്ചാൽ സിന്താറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പുറത്തുനിന്ന് കാശ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി IPOയ്ക്ക് പോയില്ല എങ്കിൽ സിന്താറ്റ് ഇപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയമാണ്. വെരി ഗുഡ് പ്ലാറ്റ്ഫോം. ആൻഡ് ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു go in for IPO. And we got a couple of projects in our hand. Complete deviation projects. ആ പ്രോജക്ട്സ് ചെയ്യാൻ നേരത്ത് കോർ എക്സ്പെർട്ടീസിൽ നിന്ന് വളരെ മാറിയിട്ടില്ല. ലൈക്ക് into different industries like pet food industry, like supplements like കുറച്ചുകൂടി ഹൈ ഗ്രോത്ത്, പിന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, നോട്ട് പെസ്റ്റിസൈഡ്സ്, ഓർഗാനിക്. അപ്പോൾ അതൊക്കെ പുതിയ പ്രോജക്ട്സാണ്. അതിനൊക്കെ ഫണ്ടിങ് കൊണ്ടുപോകാനും വേണം. അപ്പം സിന്താറ്റിൻ്റെ ഫണ്ടിങ് സിന്താറ്റിൻ്റെ ഓൺ വർക്കിന് വേണ്ടിയുള്ള ഫണ്ടിങ് ആയിരിക്കും. വിത്ത് മണി ദാറ്റ് വി ഗെറ്റ് വി നീഡ് ടു എസ്റ്റാബ്ലിഷ് വിത്ത് സംതിങ് എൽസ്, സംതിങ് അതർ ന്യൂ വെഞ്ചേഴ്സ്. ഇപ്പോൾ ഈയിടെ എവിടെയോ പറഞ്ഞിരുന്നൊരു ഇസ്രായേൽ ഏതോ ഒരു കമ്പനിയുമായിട്ടൊരു മീറ്റ് പ്രൊഡക്ഷൻ, അത് ബിക്കോസ് ഓഫ് ഇസ്രായേൽ ഇഷ്യൂ യു കനോട്ട് ഗോ ദെയർ ആൻഡ് മേക്ക് എ കമ്മിറ്റ്മെൻറ്റ് വിത്ത് ദം. അന്ന് ഏതാണ്ട് ഒരു 8 വർഷം മുമ്പ് ഞാൻ അവരോട് ഡിസ്കസ് ചെയ്തതാണ്. മീറ്റ് സെല്ലിൽ നിന്ന്, അതായത് പശുവിനെ കൊല്ലാതെ അവൻ്റെ സെല്ലെടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റ് ഉണ്ടാക്കാനായിട്ട് അനസ്തേഷ്യ കൊടുത്ത് പശുവിനെ മയക്കി കിടത്തിയിട്ട് അതിൻ്റെ അടുത്ത് സെൽസ് എടുക്കും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റാക്കും അതിനെ. അപ്പം പശുവിനെ കൊല്ലുകയും വേണ്ട, വി ഗെറ്റ് ദ മീറ്റ്. ആ പ്രോജക്റ്റ് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിൽ നിൽക്കുന്നു, ക്രിയേറ്റിവിറ്റിയെ പറ്റിയും ഇന്നോവേഷനെ പറ്റിയും സംസാരിക്കുന്നു. അപ്പോൾ നൗ ഡു യു ലുക്ക് ടു യുവർ ടീം ഫോർ ആ ഒരു ഇന്നോവേഷൻ, അതോ ഇപ്പോഴും ഓരോ ദിവസവും ഐഡിയ ജനറേഷൻ എന്നുള്ളതിൽ ഇപ്പോഴും ഡോക്ടർ വിജു ജേക്കബ് വർക്ക് ചെയ്യുന്നുണ്ടോ? 100% എനിക്കതേ പറ്റുള്ളൂ. കാരണം എനിക്ക് എന്തെങ്കിലും എവറി ഡേ ഐ നീഡ് ടു ഡു സംതിങ് ന്യൂ, സംതിങ് ഡിഫറെൻറ്റ്. ന്യൂ എന്നല്ല, സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഐ ഹാവ് നോട്ട് കോപ്പീഡ് എനിബഡി. The style that I'm using, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും I don't take anybody other style. I have my own style of doing things and I got my own style of innovating something. ഇപ്പോൾ ഞങ്ങളുടെ ബ്ലെൻഡിങ് ഫെസിലിറ്റിയിൽ
ഒരു 4 years ബാക്കിൽ ഞങ്ങൾ വെരി നോർമൽ ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ അതായത് ഡ്രമ്മിൻ്റെ അകത്ത് എല്ലാ ഒളിവറിസ്റ്റും കൂടെ മിക്സ് ചെയ്ത് സാധാരണ ബ്ലെൻഡിങ് പോലെ ഒരു മാനുവൽ ബ്ലെൻഡിങ് ആൾക്കാരെ വെച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യായിരുന്നു. ഞാൻ ജനീവയിൽ ഒരു ഫാക്ടറി പോയി. ആ ഫാക്ടറിയിൽ പെർഫ്യൂമറി ഫാക്ടറി, അതിനകത്ത് റോബോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റോബോട്ടാണ് ഓരോ പ്രോഡക്റ്റ് എടുത്തുകൊണ്ടുവന്ന് അവിടുന്ന് എല്ലായിടത്തും എടുത്തുകൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് ഇടും, ഒഴിക്കും, അവിടെ ബ്ലെൻഡ് ചെയ്ത് സാധനം പുറത്ത് പോകും. എന്നിട്ടാണ്, കാരണം അതൊരു കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡാണ്. ഒരാളെ മുറിക്കാത്തിരുന്ന് സ്കാഡയിൽ റെസിപ്പി ആഡ് ചെയ്യും, അവൻ പോയി കറക്റ്റായിട്ട് പിക്ക് ചെയ്യും. ഞാൻ ഈ സാധനം അത് കണ്ടിട്ട് അത് ക്യാമറ ഫോൺ എൻ്റെ അത് ഫാക്ടറിക്കകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാനൊരു പേപ്പറിൽ ഞാനിത് വരച്ച് കാണിച്ചു കൊടുത്തു ഈ റോബോട്ട് വർക്ക് ചെയ്യുന്നതും ഇതിനെക്കുറിച്ച്. ഞാൻ സിഇഒയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് അത്യാവശ്യമായിട്ട് വേണം, ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് ടുക്ക് അബൌട്ട് 1.5 years ടു കംപ്ലീറ്റ് ദറ്റ് പ്രോജക്റ്റ്. അതിന് വി ഹാഡ് സ്പെൻഡ് 1.5 കോടി രൂപയോളം നമ്മൾ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഇന്ന് അത് മേ ബി വി ഹാവ് ഡൺ അബൌട്ട് more than 180 crores worth മെറ്റീരിയൽ ഇൻ ദറ്റ് റോബോട്ട് വിത്ത് 0 error. അതായത് ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവും. കാരണം ഒരു ബ്ലെൻഡ് ഉണ്ടാക്കാൻ നേരത്തെ ഒരു 100 gram കൂടിയാൽ മതി, ഫ്ലേവർ മാറിപ്പോവും. ചിക്കൻ്റെ ഫ്ലേവർ വേറെ ഫ്ലേവറായിട്ട് മാറും, അല്ലെങ്കിൽ ബാർബക്യൂ ഫ്ലേവർ വേറെ ഫ്ലേവറായിട്ട് മാറും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ അത് റോബോട്ടായതുകൊണ്ട് ഇവൻ കറക്റ്റ് സാധനം പിക്ക് ചെയ്യുള്ളൂ. ഓരോ സാധനം അവൻ മിസ്റ്റേക്ക് ഇന്നുവരെ ടുഡേ നോ 0 mistakes. ലാസ്റ്റ് 4 years അവൻ തന്നെ വർക്ക്. നേരത്തെ 3 shift വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഒറ്റ ഷിഫ്റ്റിൽ അവൻ കംപ്ലീറ്റ് വർക്കും തീർത്ത് അവൻ്റെ പണി തീർക്കും. എഫിഷ്യൻറ്റ്. അപ്പോൾ അതാണ് ടെക്നോളജി ക്യാൻ ബ്രിങ് ഇൻ മോർ എഫിഷ്യൻസി ഓൾസോ. ഈ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ചേഞ്ചസ് ആണല്ലോ, മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡ്രീംസ് മാറുകയാണോ, അതോ ഒരു 10 വർഷത്തിൽ സിന്തൈറ്റ് എന്താവണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ വിഷൻ ഇപ്പോഴേ ഉണ്ടോ? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ബാലൻസ്? എനിക്കുണ്ട്. സിന്തൈറ്റ് ഷുഡ്, ഫോർ എക്സാമ്പിൾ അൺടാപ്ഡ് ഏരിയാസ് ഉണ്ട്. untapped areas like Africa, untapped areas like Papua New Guinea, untapped areas like lot of untapped areas are there. അവിടെ ആരും ടാപ്പ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ടാപ്പ് ചെയ്യാത്ത? nobody knows. But we should go and tap it. എന്നാലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചൈനയിൽ പോയി വെഞ്ചർ ചെയ്തു. ഞങ്ങൾക്ക് ഫാക്ടറി, ചൈനയിൽ ഫാക്ടറി ഉണ്ട്. ബ്രസീലിൽ ആരും പോയി വെഞ്ചർ ചെയ്യാത്ത. വി ഗോട്ട് എ ഫാക്ടറി ഇൻ ബ്രസീൽ. ഇന്ത്യയിൽ ആർക്കുമില്ല. വളരെ കുറച്ച് ഫാക്ടറീസ് ഉള്ളൂ ഇന്ത്യയിൽ. ഇന്ത്യൻ ഫാക്ടറീസ് അവിടെ ഉള്ളൂ ബ്രസീലിൽ. അപ്പോൾ അതൊക്കെ വെഞ്ചർ ചെയ്തുകൊണ്ടാണ് അത് പോകാൻ പറ്റിയത്. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെഞ്ചർ ചെയ്യാതെ നമുക്കിത് പറ്റത്തില്ല. കാരണം ബിക്കോസ് വി നീഡ് ടു ഗ്രോ. ഇനി പുറകോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി മുമ്പോട്ടുള്ള ഒഴുക്കാൻ പറ്റത്തുള്ളൂ. സോ വി ഹാവ് ടു തിങ്ക് ന്യൂ ഐഡിയാസ്, ന്യൂ തോട്ട് പ്രോസസ്, ന്യൂ വേ ഓഫ് ഡൂയിങ് തിങ്സ്, യൂസ് ഹൈ ടെക്നോളജി, മോർ ക്രിയേറ്റിവിറ്റി. ആ വിഷനിൽ ഈ സ്കെയിലപ്പ് ചെയ്യുക, ബിസിനസ്സിൻ്റെ നമ്പേഴ്സ് കൂട്ടുക എന്നുള്ളതിനോടൊപ്പം മറ്റെന്താണ് ആ വിഷൻ്റെ ഭാഗമായിട്ടുള്ളത്? അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കോലഞ്ചേരി പോലെയൊരു സ്ഥലത്ത് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് സിന്തൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ആ ഒരു സ്ഥലത്തിനെ, ആ പ്രദേശത്തെ തന്നെ മാറ്റിമറിച്ചു. അപ്പോൾ അത്തരത്തിൽ ഒരു ലാർജർ സ്കെയിലിൽ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ? അതായത് കമ്പനിയുടെ നമ്പേഴ്സിനപ്പുറത്തേക്ക് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെ വളരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. തീർച്ചയായിട്ടും ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് പ്രോഫിറ്റ് ദറ്റ് യു മേക്ക്. അതല്ല കാര്യമല്ല. നമ്മുടെ സൊസൈറ്റിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും. ആ സൊസൈറ്റി നമ്മുടെ കൂടെ നിന്നാലേ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കോവിഡിൻ്റെ സമയത്ത് വാക്സിൻ ഷോർട്ടേജ് വന്നു. കോവാക്സ് വാസ് മൈ ഫ്രണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു 8,000 വാക്സിനേഷൻ കൊടുക്കാനുള്ള ഷോട്ട് തരണമെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് ഡിലേഡ് ബൈ 2 weeks, ബട്ട് ഐ ഗോട്ട് ദ മെറ്റീരിയൽ. അവിടെ വന്ന് എൻ്റെ സ്റ്റാഫിന് മുഴുവൻ 2 ഡോസും കൊടുത്തു. പബ്ലിക്കിന് 800 ഫാമിലിയെ ഞാൻ വാക്സിനേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ വാക്സിനേഷൻ നമ്മൾ പബ്ലിക്കിനും കൊടുത്തു, അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, CITU, INTUC എല്ലാവർക്കും കൊടുത്തു. അത് ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ബിക്കോസ് ദേ ആർ ദ പീപ്പിൾ ഹു റിയലി സപ്പോർട്ട് അസ് ഇൻ ദ ആ ഏരിയയിൽ നമ്മൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് വേണമെന്നല്ല, ഒരു ഇൻഡസ്ട്രിക്കും അവരുടെ ജോലിക്കാരുടെ സപ്പോർട്ട് മാത്രം മതി. പക്ഷേ എന്നാലും ഔട്ട്സൈഡ് സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല what is going to happen next എന്ന് പറയാൻ പറ്റത്തില്ല. സോ we should consider them as a family into the organization. ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി പറയുമ്പോൾ മെന്ററിങ് സാറിന് സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ? ചെയ്യാറുണ്ടോ? സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. എനിക്കൊരു 100 പിള്ളേരെങ്കിലും എൻ്റെ ലിസ്റ്റിലുണ്ട് മെൻറ്റർ ചെയ്യാനായിട്ട്. പക്ഷേ ഇവർ വിളിക്കാതെ പലപ്പോഴും ഞാൻ ഒന്നുകിൽ ഒരു മീറ്റിങ്ങിലായിരിക്കും,
എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട് അവരെ പ്രോപ്പറായിട്ട് മെൻറ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. കാരണം പല പുതിയ പ്രോജക്ട്സായിട്ട് വരുന്നവരുണ്ട്, എങ്ങനെ സാർ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഐ ലൈക്ക് ടു ടീച്ച് ദം ഹൗ ടു, ബിക്കോസ് ഫുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ഇൻഡസ്ട്രി സ്റ്റിൽ ദർ ഇസ് എ ബിഗ് സ്കോപ്പ്. ഞാൻ ഇന്നോവേഷൻ എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ ചിന്തയിലല്ലാത്ത ഒത്തിരി കാലം നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് ടുഡേ ഇൻ കേരള, ഇൻ കൊച്ചിൻ ഓർ എനി പ്ലേസ്, എനി ഡിസ്ട്രിക്ട് ഇൻ കേരള, എവ്രി വീക്ക് യു ക്യാൻ സീ എ ന്യൂ റെസ്റ്റോറൻറ്റ് കമ്മിങ് അപ്പ്. അതൊരു പുതിയൊരു സംഭവമായിട്ട് മാറിയേക്കുകയാണ്. ആൻഡ് മാത്രമല്ല, ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ എല്ലാവരും പുറത്തു പോയി കഴിക്കാനുള്ള ഒരു ഈറ്റിംഗ് ഔട്ട്സൈഡ് ഒരു ടെൻഡൻസി കൂടി. കാരണം പുതിയ ട്രയൽസ് ടേസ്റ്റ് എടുക്കാനും ആൾക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റായിട്ടും ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ദിസ് എ ഗ്രേറ്റ് സ്കോപ്പ്. ഞാൻ പറഞ്ഞ എക്സ്ട്രാക്ഷൻ ഇൻഡസ്ട്രി മാത്രമല്ല, വേറെ പല ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല ഇപ്പോൾ നൂഡിൽസ് ഫോർ എക്സാമ്പിൾ, നമ്മൾ മാഗി മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ITCയുടെ പ്രൊഡക്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദർ ഇസ് എ സ്പേസ് ബൈ നോബഡീസ്. നമുക്കൊരു 1000 കോടിയും ചെയ്യേണ്ട, ഒരു 100 കോടി ചെയ്താൽ മതി, മോർ ഗുഡ് ഇനഫ് ഫോർ എ ഫാമിലി ടു ലിവ് ഓൺ, ഫോർ എ സ്മോൾ കമ്മ്യൂണിറ്റി. ഇപ്പോൾ 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 50-60 പേർക്ക് ജോലി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ നാളെ തന്നെ 1000 കോടിയിലേക്ക് എത്തണമെന്ന് ചിന്തിക്കരുത്. സ്റ്റാർട്ട് സ്മോൾ. ആദ്യം 10 കോടി ചെയ്യുക, ദെൻ 50 crores, 100 crores, മേക്ക് എ സ്ലോ ഗ്രോത്ത്. എപ്പോഴും ഞാൻ എന്ത് കാര്യം ഇന്നോവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് കാര്യം നമ്മൾ ചെയ്യുക, ഇപ്പോൾ ഗ്രാനുലേഷൻ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ചെറിയ ഇന്നോവേഷനിൽ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ്, ഡീപ് ഫ്രൈഡ്, അങ്ങനെ പല ഫ്ലേവേഴ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെറിയ എക്യുപ്മെൻറ്റ്സ് മേടിക്കും. എക്യുപ്മെൻറ്റ്സ് മേടിച്ച് ട്രയൽ എടുത്ത് അതിൻ്റെ അകത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു 10 കിലോ ഉണ്ടാക്കായിരിക്കും. ആ 10 കിലോ കസ്റ്റമർക്ക് കൊടുത്താണ് വലിയ എക്യുപ്മെൻറ്റിലേക്ക് പോകുന്നത്. അല്ലാതെ ഞാൻ വലിയ എക്യുപ്മെൻറ്റ് മേടിച്ചിട്ടല്ല ഞാൻ ചെറിയ എക്യുപ്മെൻറ്റിൽ ഞാൻ കസ്റ്റമർക്ക് പോകുന്നത്. എപ്പോഴും ചെറിയ ട്രയൽസ് എടുത്ത് ആ ചെറിയ ട്രയൽസിൽ സക്സസ്ഫുൾ ആക്കിയിട്ട് മാത്രമേ വലിയ എക്യുപ്മെൻറ്റിലേക്ക് പോകാറുള്ളൂ. ഞാൻ ചോദിക്കാൻ പറ്റും, ഈ ലിസ്റ്റിലുള്ള 100 പേർക്കും സാറിൻ്റെ ഒരു മെൻറ്റി ലിസ്റ്റിലേക്ക് വരാത്ത പുറത്തുള്ളവർക്കുമായിട്ട് എന്താണ് ഒരു അഡ്വൈസ് എന്ന് ഞാൻ പറയില്ല, എന്നാലും സാറിൻ്റെ ഒരു ഇൻസൈറ്റ്സ് എന്താണ്? ഞാനിപ്പോൾ ഈ ഇവരുടെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും ചലഞ്ചസ് ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. ചലഞ്ചസ് എവറി ഡേ ചലഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ജീവിതത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. എവറി സെക്കൻഡ് ഇസ് എ ചലഞ്ച് ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ ചലഞ്ചാണ്. കാരണം യു ഡോണ്ട് നോ വാട്ട് ഇറ്റ്സ്, ആരാണ് നമ്മളെക്കുറിച്ച് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് തന്നെ ആരാണ് നമ്മളെക്കുറിച്ച് നല്ലത് പറയുക, ആരാണ് നമ്മളെക്കുറിച്ച് മോശം പറയുക നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ഡെയിലി ഗോ ത്രൂ ദ ലൈഫ്. അപ്പോൾ അത്രമാത്രം കെയർഫുള്ളായിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ സേഫ് ഗാർഡ് ചെയ്യാനും മാത്രമല്ല നമ്മളിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഇപ്പം പലർക്കും പറ്റുന്ന ഈ ചാലഞ്ചസ് പലതും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പ്രോജക്റ്റ് ഒരു ബിസിനസ് തുടങ്ങി കഴിയുമ്പം ചിലപ്പോൾ ആ ബിസിനസ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ആദ്യം കാര്യങ്ങൾ നടത്തും. പിന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാറും മേടിക്കും. പിന്നെ അപ്പോൾ ബേസിക് ക്യാപിറ്റൽ അവിടെ അവസാനിക്കും. അപ്പം പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ കൂടെ ഒപ്പം വേണം. ആ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർക്ക് വലിയ ചലഞ്ചസ് ഉണ്ടാകുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ 8% ഇൻട്രസ്റ്റിൽ കിട്ടത്തുള്ളൂ. ഇതൊക്കെ ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ കോസ്റ്റ് ചിലപ്പം പ്രോഫിറ്റ് ചിലപ്പോൾ 8% ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 8% അവിടെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ചലഞ്ചസ്. അപ്പം നമ്മൾ ഏത് ലെവലിൽ നമ്മൾ ആയിത്തീരണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെങ്കിലും ഫെയിലിയർ റേറ്റും ഉണ്ട്, നല്ല ഫെയിലിയർ റേറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണെന്നാണോ? ഇതാണ് 100%. അവർക്ക് അതിനെ ആ ചലഞ്ചിനെ ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. ഈ ധൈര്യത്തോടൊപ്പം മുമ്പ് പറഞ്ഞ ഒരു ടഫായിട്ട് ഉള്ള സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യാന്നുള്ളത്, അതായത് ഇപ്പം മണിക്കൂറുകൾക്ക് ഇത്ര മണിക്കൂറേ ഞാൻ ജോലി ചെയ്യൂ എന്നുള്ളൊരു അതിർവരമ്പൊന്നും വെക്കാതെ സമയം മാറ്റിവെച്ച് ജോലി ചെയ്യണം എന്നുള്ള ഒരു ഫിലോസഫി ഇപ്പോഴും ഉണ്ടോ? അതായത് യങ്ങർ ജനറേഷനും അത് ചെയ്യണം എന്നൊരു അഭിപ്രായമാണ്. അല്ല, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ദ ബിസിനസ് ഇസ്, ഇൻ വാട്ട് ബിസിനസ് യു ആർ ഇൻ. ചില ബിസിനസ്സിൽ ചിലപ്പോൾ അത്രയും സമയം വേണ്ടി വരില്ലായിരിക്കും. കാരണം ഇപ്പോൾ ചില ബിസിനസ്സുകളിൽ കുറച്ചും കൂടെയും ഈ 2-3 എക്സ്റ്റേഴ്സ് കൂടി തുടങ്ങുന്നതായിരിക്കും ഒരു ബിസിനസ്. അപ്പോൾ അവരെ പല ഐഡിയാസും കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇറ്റ് വിൽ ടേക്ക് ഐഡിയ ക്രിയേഷൻ ആയിരിക്കും കൂടുതൽ സമയം. അങ്ങനെ ചെയ്താൽ എന്ത് വരും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കുമോ, ഹൗ ഡസ് എ മാർക്കറ്റ് റിസീവ് ദ പ്രോഡക്റ്റ്, വെദർ അത് റിജക്ഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്,
ആ റിജക്ഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇവർ പഠിച്ചിട്ടില്ല. അതൊരിക്കലും ഇവരുടെ ഐഡിയയിൽ വരത്തില്ല. മനസ്സിലാവുണ്ടോ? ഇത് എപ്പോഴും പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചും മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഈ പ്രോഡക്റ്റിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന കാരണം കൊണ്ട് പ്രോഡക്റ്റ് റിജക്റ്റഡായി, അതിനെക്കുറിച്ച് അവർ ആ നെഗറ്റീവ് ആ പോയിൻറ്റിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നില്ല. അവരെല്ലാം പോസിറ്റീവായിട്ട്, നല്ല കാര്യമാണ്, പോസിറ്റീവായിട്ട് തന്നെ പോകാവുള്ളൂ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രി വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ ആ പ്രോഡക്റ്റിൻ്റെ എല്ലാം പ്ലസ് പോകണമെന്നില്ല. ഇതിനും കൂടി നമ്മൾ പ്രിപ്പയർഡ് ആവണം. യു ഷുഡ് ബി പ്രിപ്പയർ ഫോർ ദി നെഗറ്റീവ് സൈഡ് ഓൾസോ. ഇപ്പോൾ എല്ലാ കൺസ്യൂമറും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെപ്സി, ഇഷ്ടംപോലെ ആൾക്കാർ പെപ്സി വേണ്ടി കുടിക്കുന്നവരുണ്ട്, ചിലർ മറ്റേ 7up കുടിക്കുന്നവരുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഫ്ലേവർ, ടേസ്റ്റ് ആൻഡ് എവറിത്തിങ്. അതിൻ്റെ ആ ഒരു റിസർച്ച്, മാർക്കറ്റിംഗ് റിസർച്ചോടെ നടക്കണം ബിഫോർ യു എനിക്ക് മേക്ക് എ സ്റ്റാർട്ടപ്പ്. ഹൗ ദ മാർക്കറ്റ് ഇസ് ബിഹേവിങ്. ആ മാർക്കറ്റ് ബിഹേവിയർ ഒത്തിരി പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഡിഫറെൻറ്റ് ഫ്ലേവർ, ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സ്. ചിലർക്ക് ഐഫോൺ ഇഷ്ടം, ചിലർക്ക് സാംസങ് ഇഷ്ടം, ചിലർക്ക് ആൻഡ്രോയിഡ് ഇഷ്ടം, ചിലർക്ക് അങ്ങനെ വേരിയേഷൻസ് അല്ലേ വരുന്നത്. സോ എവറിബഡി, എല്ലാത്തിനും ഒരു മാർക്കറ്റുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും മതി. എനിക്കിപ്പം 10 കോടിയുടെ ബിസിനസ് മതി തൽക്കാലത്തേക്ക്, അത് കഴിഞ്ഞിട്ട് മതി ഞാൻ അടുത്ത സ്ലോലി. ആ ഒരു തിങ്കിങ് പ്രോസസ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് സക്സസ് സ്റ്റോറി. ഇൻവെസ്റ്റിംഗ് ഇൻ ടു സ്റ്റാർട്ടപ്സ് ആലോചിച്ചിട്ടുള്ള കാര്യമാണോ അതോ ഓൾറെഡി ചെയ്യുന്ന കാര്യമാണോ? ചെയ്യുന്നില്ല, ഞാൻ ചെയ്യും ഉറപ്പാണ്. നോട്ട് വെരി ഷോർട്ട്ലി ഐ വിൽ ഡു ഇറ്റ്. അത് ഒരു ഇത്തരത്തിലൊരു 100 പേര് ഫോർമലി നമ്മുടെ കൂടെ മെന്റർ ചെയ്യാനുണ്ട് എന്നുള്ളതിൽ നിന്നാണോ അതോ അത് നേരത്തെ മുതൽ എനിക്കുണ്ട്, ആഗ്രഹമുണ്ട്. കാരണം അത് എൻ്റെ ഒരു വലിയൊരു കാരണം ഞാൻ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾസോ ഐ വിൽ ബി ഓൾസോ പാർട്ട് ഓഫ് ദ സബ്ജക്ട് ഫോർ ദം. കാരണം അവരുടെ ഇഷ്യൂസിലൊക്കെ ഇടപെട്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ചുമ്മാ കാശെടുത്ത് കൊടുക്കുന്ന നല്ല കാര്യം ഇരിക്കുന്നത്. അവരോടൊപ്പം അതിനനുസരിച്ച് മെൻറ്റർ ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് ഒരു സക്സസ് സ്റ്റോറി ആക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതൊരു ഗിവിംഗ് ബാക്ക് ആണല്ലോ അല്ലേ? ഗിവിംഗ് ബാക്ക് ആണ്, ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റൈൽ. ദാറ്റ്സ് ഇറ്റ്. ഇതുവരെയുള്ള താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് മേക്സ് എ പേഴ്സൺ. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ബൈ റീഡിങ്. ബുക്ക് റീഡ് ചെയ്യാനില്ലെന്ന് പറയില്ല, വായിക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ പിന്നെ ട്രാവലിംഗ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. 90% ഓഫ് ദ എക്സിബിഷൻ ഐ പാർട്ടിസിപ്പേറ്റഡ്. എക്സിബിഷൻസിൽ പോകാൻ നേരത്തെ ഒത്തിരി നോളജ്, യു വിൽ റിസീവ് ലോട്ട് ഓഫ് നോളജ്, ഗുഡ് ഐഡിയാസ്, ഗ്രേറ്റ് ഐഡിയാസ്. എനിക്ക് അത്ഭുതമായിരുന്നു താങ്കളുടെ ഫാദർ ആ കാലഘട്ടത്തിൽ ജപ്പാനിൽ ഒരു എക്സിബിഷന് പോയപ്പോഴാണ് ഈ ഐഡിയ കിട്ടിയത്. 1970. ഇന്നിപ്പം ആ എക്സിബിഷൻ പിന്നെയും ജപ്പാനിൽ വന്നിട്ടുണ്ട് 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ഫ്രം ഏപ്രിൽ ടു ഒക്ടോബർ. അപ്പോൾ അന്ന് 1970 അവിടെ പോയപ്പോൾ കിട്ടിയ ഒരു വിഷൻ വെച്ചാണ് സിന്തൈറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? അതായത് ലോകം എക്സ്പ്ലോർ ചെയ്യുന്നു. പിന്നെ തീർച്ചയായിട്ടും വി ഹാവ് ടു സീ നമുക്ക് എവിടെ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയാൻ പറ്റില്ല. യു ഷുഡ് ഗോ ആൻഡ് സെർച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വരില്ലല്ലോ. യു ഷുഡ് ഗോ സെർച്ചിങ് ഫോർ ദം. സൈറ്റ് സീയിങ്ങിനല്ല താല്പര്യം? ഒട്ടുമില്ല, സീറോ. ഐ എം വെരി ബാഡ്. എൻ്റെ ഫാമിലി തന്നെ എന്നോട് എപ്പോഴും പറയും കൂടെ പോരായിരിക്കാനല്ല. ഈ എന്തെങ്കിലും ഞങ്ങൾ ഫാമിലി ട്രിപ്പ് നടത്താൻ നേരത്താണ് പറയും, പിന്നെ ഞാൻ എന്തെങ്കിലും എവിടെ പോവുകയാണെങ്കിൽ ഞാൻ ഐ സെറ്റ് അറ്റ് സംവെയർ ആൻഡ് ഡു ബിസിനസ്. അതിനകത്ത് ബിസിനസ് പ്രോസ്പെക്ട് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് എവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ പോയി അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും. അതാണ് എൻ്റെ ഒരു 10 വർഷത്തിന് ശേഷം സിന്തൈറ്റ് എന്താവണം എന്നുള്ള വിഷനെ പറ്റി നമ്മൾ പറഞ്ഞു. 10 വർഷത്തിന് ശേഷം ഡോക്ടർ വിജു ജേക്കബ് ആരാവണം, എന്താവണം, എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തയുണ്ടോ? ഞാൻ still I would like to become the same what I am today. Like more visions, more interesting subjects, more talking to people. I'm a extrovert, so I speak a lot. I know how to handle people. എനിക്ക് ഇങ്ങനെ തന്നെ ഒരു 10-20 വർഷം പോകണമെന്നാണ് എൻ്റെ, ദിസ് മൈ പ്രേയർ, ദറ്റ് ഐ ഷുഡ് ഗോ ഫോർവേഡ് ആൻഡ് ബി ബ്ലെസ്സിങ് ടു ദ കൺട്രി, ഓർ ടു ദ പീപ്പിൾ. ഡോക്ടർ വിജു ജേക്കബിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ബാക്കിയുള്ള അല്ലെങ്കിൽ ഇനി വേണമെന്നുള്ള ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചെയ്യണമെന്ന്? ബിസിനസ് റിലേറ്റഡ് ആയിട്ടാവണമെന്നില്ല, അല്ലാതെ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഐ വോണ്ട് ടു ഹാവ് എ ഗുഡ് ലൈഫ്, ദാറ്റ്സ് ഇറ്റ്. And how do you define that? I would like to have a prayerful life. അല്ലാതെ വലിയ അധികം ആൾക്കാരെ എനിക്ക് ആൾക്കാരൊരു പ്രത്യേകത എനിക്ക്. കാരണം ഒത്തിരി പെട്ടെന്ന് ഞാൻ ഇടപഴകും. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഞാൻ
ഇൻട്രോവേർട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഗോ ടോക്ക് വിത്ത് എനിബഡി ഫോർ ദാറ്റ് മാറ്റർ. അതിൽ നിന്ന് എനർജി ഡ്രോ ചെയ്യുന്നത് ഡ്രോ ചെയ്യും ഞാൻ എപ്പോഴും. കാരണം ബിക്കോസ് നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റിസീവ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും മിണ്ടാതിരുന്നത് നമ്മൾ ഹലോ ഹൗ ആർ യു മാത്രം പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. വെൻ യു സ്റ്റാർട്ട് യുവർ കോൺവെർസേഷൻസ് യു വിൽ ലേൺ മോർ ഫ്രം ദം. ആൻഡ് മേ ബി ഞാൻ എപ്പോഴും പറയും, സി ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇസ് ബെറ്റർ ദൻ യു. ഇഫ് യു തിങ്ക് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു. ആരിൽ നിന്നും പഠിക്കാം. ബിക്കോസ് ഇനി നമ്മുടെ ഈഗോ താഴെ പോകുമ്പോഴത്തേക്കും യു ആർ നോട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ. നോ, യു ആർ നോട്ട് എ ഗ്രേറ്റ് പേഴ്സൺ. ലേൺ ഫ്രം സംബഡി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് വലിയൊരു ഒരു ബിബ്ലിക്കൽ ഇതാണത്. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എളിമ, ഹംബിൾനെസ് ഉണ്ടാവും നമ്മളിൽ തന്നെ. അതാണ്. അപ്പോൾ ഇന്നോവേഷൻ വലത് കൈയിലും പ്രയർ ഇടത് കൈയിലും ഇങ്ങനെ മുറുകെ പിടിച്ച് 20-30 വർഷങ്ങളോളം സിന്തൈറ്റിനെ വിജയരഥത്തിലേറി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഫോർ സ്പെൻഡിങ് സോ മച്ച് ടൈം വിത്ത് us and for this lovely conversation. Thank you so much.